നാളിൽ എന്നെ ദൈവം സൗഖ്യമാക്കും എന്ന് പറയുന്നവർ ഈ കൂട്ടത്തിലുണ്ടാവും, എന്നെ കേൾക്കുന്നവരുണ്ടാവും ഓൺലൈനിലൂടെയൊക്കെ. ഒരു നാൾ ഒരിക്കൽ എനിക്കറിയാം യേശു എന്നെ സൗഖ്യമാക്കും, എനിക്കറിയാം യേശു എന്നെ സൗഖ്യമാക്കും. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, യേശു എന്നെ തൊട്ടെങ്കിൽ ഞാൻ സൗഖ്യമാകുമായിരുന്നു, ഒരിക്കൽ ഞാൻ സൗഖ്യമാകും, എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ സൗഖ്യമാകും എന്നിങ്ങനെയൊക്കെ പറയുന്ന ഒത്തിരി പേരുണ്ടാകും. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ സൗഖ്യം നാളെയോ മറ്റന്നാളെ അല്ല, നിങ്ങളുടെ സൗഖ്യം ഇപ്പോഴാണ്. ഹല്ലേലൂയ. വചനത്തിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല നാളെ നിങ്ങൾ സൗഖ്യമാകുമെന്ന്, മറ്റന്നാൾ സൗഖ്യമാകുമെന്നും പറഞ്ഞിട്ടില്ല, ഇന്ന് സൗഖ്യമാകുമെന്നും പറഞ്ഞിട്ടില്ല. പകരം വചനം പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ സൗഖ്യം ആയിരിക്കുന്നു. ഹല്ലേലൂയ. വചനത്തിൽ പലയിടങ്ങളിലായി എഴുതപ്പെട്ടിരിക്കുകയാണ്, ബൈ ഹിസ് സ്ട്രൈപ്സ്, അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾ സൗഖ്യമായിരിക്കുന്നു. ഇന്ന് പലപ്പോഴും നമ്മൾ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ എന്നെ സൗഖ്യമാക്കണമേ. പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്, കർത്താവേ എന്തുകൊണ്ടാണ് നീ എന്നെ സൗഖ്യമാക്കാത്തത്? ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചില്ലേ, ഇനി എത്ര നാൾ കൂടെ കാത്തിരിക്കേണ്ടി വരും? എന്തുകൊണ്ട് സൗഖ്യമാകുന്നില്ല? ദൈവത്തിൻ്റെ സൈഡിൽ നിന്ന് എന്തോ ചെയ്യാനുണ്ട്. ദൈവം ഇനി എന്തോ ചെയ്യാനുണ്ട്. ദൈവം ഒന്നുകൂടെ ഒന്ന് ചെയ്തെങ്കിൽ, ഒന്നുകൂടെ ചില കാര്യങ്ങൾ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചെങ്കിൽ ഞാൻ സൗഖ്യമാകുമായിരുന്നു എന്ന് വെച്ചാൽ ബ്ലെയിം, കുറ്റം കർത്താവിൻ്റെ കയ്യിലാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മോട് എന്ത് സംസാരിക്കുന്നു, ദൈവത്തിൻ്റെ വചനം എന്ത് പറയുന്നു എന്നുള്ളതാണ് വാസ്തവം. നമുക്ക് പ്രത്യേകിച്ച് ഈ ചർച്ച്, ഈ സഭയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അധികാരം എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുള്ളതാണ്. കാരണം തൻ്റെ വചനത്തെയാണ് അവൻ എല്ലാറ്റിനും മേലെ വച്ചിരിക്കുന്നത്. നമുക്ക് ലോകത്തിൽ 1000 ഉപദേശമുണ്ടെങ്കിലും എത്ര പേരിനി പറഞ്ഞാലും ദൈവത്തിൻ്റെ വചനത്തെ വിട്ട് ഒരു കാര്യവുമില്ല. ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ ഫൗണ്ടേഷൻ, നമ്മുടെ അടിസ്ഥാനമായിട്ടിരിക്കുന്നത്. യേശു പറഞ്ഞു, നിങ്ങൾ ഒരു ഭവനം പണിയുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം എൻ്റെ വചനമാണെങ്കിൽ കാറ്റ് വരും, കോള് വരും, പ്രശ്നം വരും, പ്രതികൂലം വരും, പക്ഷെ നീ തകർന്നു പോകത്തില്ല, നീ ഉണ്ടാക്കി എടുത്തതൊന്നും പൊളിഞ്ഞു പോകത്തില്ല. ദൈവത്തിൻ്റെ വചനമാണ് എല്ലാറ്റിനും മേലെ ആയിരിക്കുന്നത്, എല്ലാറ്റിനും അടിസ്ഥാനമായിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഒരു രോഗസൗഖ്യം ആഗ്രഹിക്കുന്ന വ്യക്തി അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിശ്വാസിയായിരുന്നാലായിക്കോട്ടെ ആരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം. പലരും സൗഖ്യം ആഗ്രഹിക്കുന്നത്, അദ്ദേഹം ഒന്ന് എന്നെ കൈവച്ചെങ്കിൽ ഞാൻ സൗഖ്യമാകുമായിരുന്നു, അദ്ദേഹം ഒന്ന് വന്ന് എന്നെക്കേട് പ്രാർത്ഥിച്ചെങ്കിൽ ഞാൻ സൗഖ്യമാകുമായിരുന്നു. ശരിയാണ്, സൗഖ്യമാകും. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നു, മർക്കോസ് സുവിശേഷം പറയുകയാണ്, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അത് ദൈവത്തിൻ്റെ വചനമാണ്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. പാസ്റ്ററിനാലല്ല, അപ്പോസ്തലനാലല്ല, ബിഷപ്പിനാലല്ല, വിശ്വസിക്കുന്ന ഏത് മനുഷ്യനിലൂടെയും അത്ഭുതങ്ങൾ നടക്കും. ആരിൽ വിശ്വസിക്കുന്ന? യേശുവിൽ വിശ്വസിക്കുന്നവൻ. കാരണം എന്താണ്? അവന് പ്രത്യേകതയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ാം അധ്യായം ഇങ്ങനെ 12-ാം വാക്യം ഇങ്ങനെ പറയുന്നു, യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. നമ്മുടെ ഏറ്റവും വലിയ അധികാരം എന്ന് പറയുന്നത് രോഗികളെ സൗഖ്യമാക്കാനുള്ള അധികാരമല്ല, ഭൂതത്തെ പുറത്താക്കാനുള്ള അധികാരമല്ല. നമ്മുടെ ഏറ്റവും വലിയ അധികാരം ദൈവത്തിൻ്റെ മകനെന്ന് വിളിക്കപ്പെടുന്നതാണ് ഏറ്റവും വലിയ അധികാരം. ബാക്കിയുള്ള എല്ലാ അധികാരങ്ങളും അതിൽ നിന്നുണ്ടാകുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മുടെ അധികാരം നമ്മൾ തിരിച്ചറിയണം. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മകനും മകളുമാണ്. ഹല്ലേലൂയ. ഒന്ന് ഉറക്കെ പറയാവോ? ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്. കാര്യം എന്താണ്? ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു. അവനെ സ്വീകരിച്ച് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണോ? യേശു വിശ്വസിക്കുന്നവരാണോ? യേശുവിൽ വിശ്വസിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയോ? കയ്യിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കിട്ടിയോ? നിങ്ങൾ നെറ്റിയിൽ എന്തെങ്കിലും എഴുതപ്പെട്ടോ? പ്രത്യേകിച്ച് എന്തെങ്കിലും ഫിസിക്കലി എന്തെങ്കിലും കണ്ടോ? പക്ഷേ ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ നിങ്ങൾ അറിയുന്നു, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ പ്രധാനപ്പെട്ട നമ്മുടെ പൊസിഷൻ മാറി, അധികാരം മാറി. പലരും വിചാരിക്കുന്നത് നാം യേശു ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മുടെ അഡ്രസ്സ് മാറ്റാനാണെന്നാണ്. എന്ന് വെച്ചാൽ നമ്മുടെ അഡ്രസ്സ് ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് മാറ്റാനാണെന്നാണ്. ഒരിക്കലും അല്ല. യേശു വന്നത് നമ്മുടെ പൊസിഷനെ മാറ്റാനാണ്. അതായത് അന്യനും പരദേശിയുമായിരുന്ന് അല്ലെങ്കിൽ ദൈവത്തുമായിട്ട് ബന്ധമില്ലാതിരുന്ന എന്നെ ദൈവത്തിൻ്റെ മകളും മകനുമാക്കി തീർത്തു. ആ പൊസിഷനിലേക്ക് തിരിച്ച് റിസ്റ്റോർ ചെയ്യാനാണ് യേശു വന്നത്. ഹല്ലേലൂയ. നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ നിന്ന് എങ്ങനെയെങ്കിലും സ്വർഗത്തിലേക്ക് പോകുന്നവരല്ല. കാരണം വചനം വ്യക്തമായി പറയുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാവും. യേശു പറഞ്ഞു, നിങ്ങൾ ഈ ലോകത്തിലായിരിക്കുന്നെങ്കിലും നിങ്ങൾ ഈ ലോകത്തിലുള്ളവരല്ല. എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു ദൗത്യവുമായിട്ടാണ്. നമ്മുടെ പൗരത്വം സ്വർഗമാണ്. എന്നേക്കുമായിട്ടുള്ള നമ്മുടെ വാസസ്ഥലം
സ്വർഗത്തിലാണ്. നമ്മെ ദൈവം ഈ ഭൂമിയിൽ ഒരു ഉദ്ദേശത്തിനാക്കി ആക്കിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അത് മറ്റൊരു ദിവസം ചിന്തിക്കാം. ഇവിടെ പറയുകയാണ്, ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക, നമ്മുടെ ഏറ്റവും വലിയ അതോറിറ്റി, അധികാരം എന്ന് പറയുന്നത് എന്താണ്? ശ്രദ്ധിച്ച് കേൾക്കുക, ദൈവത്തിൻ്റെ മകനും മകളുമാണെന്നുള്ളതാണ്. അതിൽ നിന്നാണ് ബാക്കിയുള്ളതെല്ലാം ഫ്ലോ ചെയ്യുന്നത്. കാരണം മക്കളെങ്കിലോ സകലത്തിനും അവകാശിയത്രേ. നീ മകനും മകളുമാകുന്നതിലൂടെ സൗഖ്യത്തിന് അവകാശിയാണ്, സമ്പത്തിന് അവകാശിയാണ്, ആരോഗ്യത്തിന് അവകാശിയാണ്, എല്ലാ നന്മയ്ക്കും അവകാശിയാണ്. ദൈവരാജ്യത്തിലുള്ള സകലതും നിനക്കുള്ളതാ. ഹല്ലേലൂയ. സൗഖ്യം എവിടെയുള്ളതാ? സ്വർഗത്തിലുള്ളതാ, ദൈവരാജ്യത്തിലുള്ളതാ. അത് എനിക്കുള്ളതാണ്. ഹല്ലേലൂയ. യോഹന്നാൻ എഴുതി, യേശു ക്രിസ്തു വന്നത് സാത്താൻ്റെ പ്രവൃത്തികളെ അഴിപ്പാനത്രേ. യേശു വന്നിട്ട് എന്താ ചെയ്തേ? അവൻ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി. അപ്പോൾ ഇതൊക്കെ എന്താ? രോഗികളെ സൗഖ്യമാക്കി. അപ്പോൾ രോഗത്തെ അഴിക്കുക എന്ന് പറയുന്നത്, അപ്പോൾ രോഗം എന്തിൻ്റെയാണ്? എന്തിനെ സൂചിപ്പിക്കുന്നു? സാത്താൻ്റെ പ്രവൃത്തികളാണ്. സിമ്പിൾ. ഒരു വ്യക്തിയിലെ ഭൂതം അഴിച്ചു യേശു കർത്താവ് അവനെ സ്വതന്ത്രമാക്കി. അപ്പോൾ അവനെ ഭൂതം ബാധിച്ചിരുന്നു. അവനെ ട്വിസ്റ്റ് ചെയ്ത മൈൻഡാക്കി, അവനെ മനസ്സിനെയൊക്കെ മുരടിപ്പിച്ച് അവനെ വേറൊരു തരത്തിലാക്കി ഉപദ്രവിച്ചത് സാത്താൻ്റെ പ്രവൃത്തിയാണ്. അതിനെ അഴിപ്പാനാണ് യേശു വന്നത്. അവൻ വന്ന് ബദ്ധന്മാരെ വിടുവിച്ചു, രോഗികളെ സൗഖ്യമാക്കി. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്ന ഒന്നാണ്, രോഗം ദൈവത്തിൻ്റെ ഇഷ്ടം അല്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യമാണ് പുറപ്പാട് പുസ്തകം. പഴയ നിയമത്തിൽ നോക്കും, പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം പറയുകയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ആകുന്നു. ദൈവം തന്നെ അറിയിക്കുകയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. അപ്പോൾ എൻ്റെ സ്വഭാവം തന്നെ സൗഖ്യമാക്കുക എന്നുള്ളതാണ്. ഒരിക്കൽ യേശുവിൻ്റെ അടുക്കിലേക്ക് ഒരു കുഷ്ഠരോഗി വന്നു. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം വായിക്കുമ്പോൾ ആ കുഷ്ഠരോഗി യേശുവിനോട് പറയുകയാണ്, യേശുവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുവാനായി കഴിയും. ലോർഡ്, ഇഫ് യു ആർ വില്ലിങ്. നമ്മൾ പലപ്പോഴും പറയും, ദൈവം നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാൻ പറ്റും. ആ ചോദ്യം ഇച്ചിരി പെശക ചോദ്യമാണ്. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഹൃദയത്തെക്കുറിച്ചൊരു ബോധ്യമില്ല. അവൻ ഇഷ്ടമാണോ എന്നൊരു സംശയമാണ്. അവിടെ യേശു ഒട്ടും മടിക്കാതെ പറയുകയാണ്, എനിക്ക് ഇഷ്ടമാണ്, എൻ്റെ മനസ്സാണ്, എൻ്റെ ഹൃദയമാണ്, നീ സൗഖ്യം ആവുക. ഒരിക്കലും നീ സംശയിക്കേണ്ട, അത് അവൻ്റെ ഇഷ്ടമാണ്. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 103 വായിക്കുമ്പോൾ അവിടെ ഇരിക്കുകയാണ്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എന്തുകൊണ്ടാണ്? അവൻ എൻ്റെ സകല പാപങ്ങളെയും മോചിക്കുന്നു, എൻ്റെ സകല രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കുന്നു. ബ്രാക്കറ്റിൽ എക്സെപ്റ്റ് ക്യാൻസർ, എയ്ഡ്സ് എന്നിങ്ങനെ വലിയ വലിയ ഐറ്റംസ് ഒഴികെ ബാക്കി എന്നല്ല, സകല, ഉറക്കെ പറ, സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ. പ്രിയരെ, വചനം വ്യക്തമായി പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, വചനം, ഉറക്കെ പറ, ദൈവം ആയിരുന്നു. ഇന്നും വചനം ദൈവമാണ്. ആ വചനത്തിന് ശക്തിയുണ്ട്, ആ വചനത്തിന് അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയും. വചനം വ്യക്തമായി തിരുവെഴുത്ത് പറയുന്നു, അവൻ വചനം അയച്ച് സൗഖ്യമാക്കി. ഹല്ലേലൂയ. ആ വചനം ഇന്നും ശക്തിയുള്ളതാണ്. മറ്റെന്ത് സാഹചര്യം പറഞ്ഞാലും, എത്ര മെഡിക്കൽ റിപ്പോർട്ട് എന്ത് പറഞ്ഞാലും, എന്തൊക്കെ ഡോക്ടർമാർ പറഞ്ഞാലും ശരി, വചനം എന്ത് പറയുന്നുവോ അതിൻ്റെ മേലെ ഒന്നും അനങ്ങത്തില്ല. നീ ആ വചനത്തെ മുറുകെ പിടിച്ചാൽ അത് നീ കണ്ടിരിക്കും. ഹല്ലേലൂയ. ആളുകൾ എന്ത് പറഞ്ഞോട്ടെ, ഉപദേശങ്ങൾ എന്ന് പറഞ്ഞോട്ടെ, അനുഭവങ്ങൾ എന്ന് പറഞ്ഞോട്ടെ, നിന്റെ സാഹചര്യം എന്ന് പറഞ്ഞോട്ടെ, സിംറ്റംസ്, രോഗലക്ഷണം എന്ത് പറഞ്ഞോട്ടെ, പക്ഷെ വചനത്തെ നീ മുറുകെ പിടിച്ചാൽ നീ അത് കണ്ടിരിക്കും. പക്ഷെ എവിടെയോ ചില പ്രശ്നങ്ങളുണ്ട്. പലപ്പോഴും നിന്റെ നാവ് കൊണ്ട് നീ പറയുന്നുണ്ട്, ദൈവമേ എന്തിനാ ഈ താമസം? ദൈവം താമസിപ്പിക്കത്തില്ല. യേശുവിന് അടുക്കൽ വന്ന ഒരു രോഗിയോട് യേശു പറഞ്ഞില്ല, സമയമായില്ല. അവൻ്റെ അടുക്കൽ വൈകുന്നേരമായപ്പോൾ സകലവിധ ദീനക്കാരും വന്നു. അവൻ അവരെല്ലാവരെയും, കുറച്ചു പേരെ നാളെ വരാൻ വിട്ടയച്ചു, ഇല്ല, എല്ലാവരെയും സൗഖ്യമാക്കി. എന്ന് വെച്ചാൽ 1 മിനിറ്റ് നേരത്തെ ചെയ്യാൻ പറ്റിയ അത്രയും നല്ലതെന്ന കർത്താവിൻ്റെ ആഗ്രഹം. എൻ്റെ മോൻ വീട്ടിൽ വയ്യ അടക്കുക, തീരെ വയ്യ, നല്ല വേദനയാണെന്ന് വിചാരിച്ചോ, അവനിങ്ങനെ നിലവിളിക്കുക, ഞാനൊരു സൈഡിൽ ഇരിക്കുക, സമയമാവട്ടെ.
സമയമാവട്ടെ, നാളെയാകട്ടടാ എന്ന് പറയൂ. അതേതോ ക്രൂരനായൊരു പിതാവാണ് അല്ലേ? പക്ഷെ മതം പഠിപ്പിക്കുന്നു, ദൈവം ചിലപ്പോഴൊക്കെ ചിലതൊക്കെ വെച്ച് താമസിപ്പിക്കും. എന്ത് താമസിപ്പിച്ചാലും നിന്റെ സൗഖ്യം അവൻ താമസിപ്പിക്കത്തില്ല. ഹല്ലേലൂയ. കാരണം അവൻ്റെ ഇഷ്ടമാണ് എൻ്റെ മകനും മകളും നീ സൗഖ്യമാകുക. ഹല്ലേലൂയ. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്ന് പിതാവിനെ വെളിപ്പെടുത്തിയതിൻ്റെ പ്രധാന ഒരു കാര്യം എന്ന് പറയുന്നത് സൗഖ്യമാക്കുക എന്നുള്ളതാണ്. ഒരാളെയും അവൻ മാറ്റി നിർത്തിയില്ല. എല്ലാവരെയും, എല്ലാ രോഗികളെയും അവൻ സൗഖ്യമാക്കി. ഹല്ലേലൂയ. യെശയ്യാ പ്രവചന പുസ്തകം 53-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ യേശു വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. ഇന്നും വിചാരിക്കുന്നവരുണ്ട്. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വരും. എന്നല്ല, വചനം മാറത്തില്ല. പലതും മാറും, പ്രസംഗം മാറും, വചനം മാറത്തില്ല. സൗഖ്യം കേട്ടില്ല, സൗഖ്യം വന്നിരിക്കുന്നു പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണോ, ഫ്യൂച്ചർ ടെൻസ് ആണോ, പ്രസന്റ് ആണോ എന്ന് വെച്ചാൽ കഴിഞ്ഞ കാലമാണോ, വരാൻ പോണതാണോ, അത് ഇപ്പോഴത്തുള്ളതാണോ? അയ്യോ നമ്മൾ അന്ന് ആ ഗ്രാമർ ക്ലാസ്സിൽ പോയില്ല എന്നാണ്. ഞാൻ നിങ്ങൾക്ക് പൈസ തന്നു എന്ന് വെച്ചാൽ എന്താ? നിങ്ങൾക്ക് പൈസ കിട്ടുമോ? കിട്ടൂലേ? കിട്ടി. സൗഖ്യം വന്നു. ഓൾറെഡി യു ആർ ഹീൽഡ്. അപ്പോൾ സൗഖ്യം ആര് പറഞ്ഞതാ? വചനം പറഞ്ഞു, തിരുവെഴുത്ത് പറഞ്ഞു. യേശുവിൻ്റെ ജനനത്തിനും 750ഓളം വർഷം മുമ്പ് യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, അവൻ്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. യേശു ജനിച്ചിട്ടില്ല, ഈ ഭൂമിയിൽ യേശു വന്നിട്ടില്ല. 750ഓളം വർഷം മുമ്പ് പ്രവാചകൻ പറയുകയാണ്, അവൻ്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. ഇന്നും ക്രിസ്തീയ കോളേജിൽ ഒരു കൂട്ടർ വിശ്വസിക്കുന്നു ഈ സൗഖ്യം അത് ആത്മീയ സൗഖ്യമാണ്. ഇത് ശാരീരിക സൗഖ്യത്തെക്കുറിച്ചല്ല, ആത്മീയ സൗഖ്യമാണ്. ആരും നിങ്ങളെ തെറ്റിക്കരുത്. അവിടെ ഉപയോഗിച്ചിരുന്ന വാക്ക്, ഈ സൗഖ്യം അതേക്കുറിച്ച് ഉപയോഗിച്ചിരുന്ന വാക്ക് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ രോഗങ്ങൾ എന്നുള്ളതിനോട് ഉപയോഗിച്ചിരുന്ന കോലി എന്ന വാക്കാണ്. ഹീബ്രു വേർഡിൽ കോലി. ക്രിക്കറ്റ് കളിക്കാരൻ കോലി അറിയാമല്ലോ, അത് ഓർത്താൽ മതി. കോലി, ആ കോലി അല്ലെങ്കിൽ ചോലി എന്ന വാക്കാണ്. ആ വാക്ക് പഴയ നിയമത്തിൽ 22-ലധികം പ്രാവശ്യം പല സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ എല്ലായിടത്തും നോക്കി അറിയാൻ പറ്റും. ഇപ്പോൾ റെഫറൻസ് പറയാൻ സമയമില്ല. എല്ലാം ശാരീരികമായ രോഗങ്ങളെ സൂചിപ്പിക്കാനാണ് ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ യേശു നമ്മുടെ ശരീരത്തിലുള്ള രോഗങ്ങളെ അവൻ വഹിച്ചു. ഹല്ലേലൂയ. ഒരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് ഞാൻ വചനത്തിൽ നിന്ന് വെളിപ്പെടുത്തി തരാം. നിങ്ങളൊരു വാക്യം എടുത്തേ. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം. മത്തായി 8-ാം അധ്യായം അതിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ. മത്തായി എടുത്ത് എല്ലാവരും എടുത്തേ. 8-ാം അധ്യായം അതിൻ്റെ 16 മുതൽ വാക്യങ്ങൾ. വൈകുന്നേരം ആയപ്പോൾ പല ഭൂതഗ്രസ്തരെയും യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. ഹല്ലേലൂയ. അടുത്ത വാക്യം. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു, വ്യാധികളെ ചുമന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ തന്നെ. അപ്പോൾ യെശയ്യാവ് എന്താ പറഞ്ഞേ? അത് ആത്മീയ രോഗത്തെക്കുറിച്ചല്ല. ഇവിടെ നോക്കിയേ, വൈകുന്നേരമായപ്പോൾ യേശുവിൻ്റെ അടുക്കൽ ഒത്തിരി രോഗം ബാധിച്ചവർ, ശരീരത്തിൽ രോഗം ബാധിച്ചവർ വന്നു. യേശു എന്ത് ചെയ്തു? അവരെ സൗഖ്യമാക്കി. അപ്പോൾ എന്ത് നിവൃത്തിയായി? യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയായി. എന്ന് വെച്ചാൽ ശാരീരിക സൗഖ്യമാണ് യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞത്, അത് യേശു നിവർത്തിച്ചു. ഹല്ലേലൂയ. ഇംഗ്ലീഷ് ഇതിനാണ് ഹി ടുക്ക് അവർ സിക്നസ്. ടുക്ക് എന്ന് വെച്ചാൽ എടുക്കുക. ഇപ്പോൾ ഇതെൻ്റെ ബൈബിളാണ്, ഇതൊരാൾ എടുത്തുകൊണ്ടുപോയി, എടുത്തു. ഇനി എനിക്ക് ബൈബിളുണ്ടോ? ശ്രദ്ധിച്ചേട്ടെ, എൻ്റെ ബൈബിള് ഒരാൾ എടുത്തു, ഇനി എനിക്കുണ്ടോ ബൈബിൾ? ഹി ടുക്ക് മൈ സിക്നസ്. യേശു എൻ്റെ
രോഗത്തെ എടുത്തു. ഇനി എനിക്ക് എന്തില്ല? എനിക്ക് BP ഉണ്ട് അല്ല, എനിക്ക് BP ഇല്ല. എനിക്ക് ഷുഗർ, കൊളസ്ട്രോള് ആരെടുത്തു? യേശു എടുത്തു. കാൽവരി ക്രൂസിൽ അവൻ എൻ്റെ രോഗത്തെ എടുത്തു. എൻ്റെ ക്യാൻസർ അവൻ എടുത്തു. അവൻ എനിക്ക് എന്ത് തന്നു? സൗഖ്യം തന്നു. ഹല്ലേലൂയ. ബ്രദറെ, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പൊ രോഗത്തിരിക്കുന്നേ എന്നായിരിക്കും അടുത്ത ചോദ്യം. പറയാം, ഒന്ന് ആലോചിച്ച് നോക്കിയേ. സകല മാനവരാശിയുടെയും പാപത്തെ യേശു വഹിച്ചോ? സകലരുടെയും രക്ഷയ്ക്ക് വേണ്ടതെല്ലാം യേശു ചെയ്തോ? എല്ലാവരും രക്ഷപ്പെട്ടോ? എന്തുകൊണ്ട്? രക്ഷ സൗജന്യമാണ്, പക്ഷെ രക്ഷ വിശ്വാസത്താലാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര, നിന്റെ സൗഖ്യം നിന്റെ അവകാശമാണ്. നീ ഇന്ന് മനസ്സിലാക്കുക, നിനക്ക് വേണ്ട സൗഖ്യത്തിനുള്ളതെല്ലാം എൻ്റെ കർത്താവ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഹൃദയത്തിൽ നല്ല വേദനയുണ്ട്. ഞാൻ കർത്താവോട് പറയാം, കർത്താവേ, എന്തുകൊണ്ട് ആ വ്യക്തി സൗഖ്യമാകത്തെ? സൗഖ്യമാകണം കർത്താവേ, സൗഖ്യമാക്കണം, എനിക്ക് ഭയങ്കര ആഗ്രഹം കർത്താവേ എന്ന് പറഞ്ഞ കർത്താവ് പറഞ്ഞു, നീ ആഗ്രഹിക്കുന്നതിനേക്കാൾ ബില്യൺ ടൈംസ് ഞാൻ ആഗ്രഹിക്കുന്നു അവൻ സൗഖ്യമാകണമെന്ന്. കേട്ടില്ല? ശുശ്രൂഷകന്മാരോടും ഇന്നലെ കേൾക്കുന്ന എല്ലാവരോടും പറയട്ടെ, നിങ്ങൾ നിങ്ങളുടെ സൗഖ്യത്തിനോ മറ്റൊരാളുടെ സൗഖ്യത്തിനോ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അവർ സൗഖ്യമാകണമെന്ന് ആഗ്രഹിക്കുന്നതിനേക്കാൾ, ഇതെപ്പോഴും ഓർത്തു വേണം, ബില്യൺ ടൈംസ് അല്ലെങ്കിൽ മില്യൺ ടൈംസ്, ട്രില്യൺ ടൈംസ് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു അവൻ സൗഖ്യമാകണമെന്ന്. ഹല്ലേലൂയ. അതിനുകൊണ്ടാണല്ലോ അവൻ ഈ മർത്യ ശരീരത്തിൽ ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് അടിയെല്ലാം കൊണ്ട് തൻ്റെ ശരീരം മുഴുവൻ ഉഴവുചാൽ പോലെ കീറി മുറിക്കപ്പെട്ടിട്ട് അവൻ്റെ ആ അടിപ്പിണറുകളിൽ നിന്ന് നമുക്ക് സൗഖ്യം നൽകിയത്. എന്നിട്ട് നമ്മൾ പറയുവാണ്, കർത്താവിന് ഇഷ്ടമാണെങ്കിൽ ഇതിനപ്പുറം എന്നാണ് അതിനെ കാണിക്കാതിരിക്കുന്നത്? അവൻ്റെ മുതുകും നോക്ക്. ആ ഉഴവുചാൽ പോൽ കീറിയ ശരീരം എന്നോട് പറയുകയാണ്, നിന്റെ സൗഖ്യം എൻ്റെ ഇഷ്ടമാണ്. ഇനി ആരും പ്രാർത്ഥിക്കില്ല, കർത്താവേ നിനക്ക് ഇഷ്ടമാണെങ്കിൽ എന്നെ സൗഖ്യമാക്കണേ. ഇറ്റ് ഈസ് എ ഫൂളിഷ് പ്രയർ. ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ല. കാരണം നീ അവൻ്റെ ഹൃദയത്തെ അറിയുന്നില്ല. ആദ്യം മനസ്സിലാക്കണം, ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ എൻ്റെ സൗഖ്യം ആരാഗ്രഹിക്കുന്നു? എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു. ആരും പോയി ഇന്ന് ആരുടെ മുമ്പിൽ നിന്നിട്ട് ദൈവത്തോട് സിമ്പതി പറയരുത്. ഇനി തൊട്ട്, കർത്താവേ നീ കാണുന്നില്ലേ? അവൻ കണ്ടതുകൊണ്ടാണ് നിന്നെ അയച്ചത്. ഹല്ലേലൂയ. ആ വേദന കണ്ടതുകൊണ്ടാണ് നിന്നെ അയച്ചത്. നീ ഇനി അവിടെ പോയി ഇന്ന് കൂടുതൽ ദൈവത്തെക്കാൾ വലിയ ആളാവരുത്, ദൈവത്തെക്കാൾ സിമ്പതി ആവരുത്. നിനക്ക് പ്രാർത്ഥിക്കാനേ കഴിഞ്ഞുള്ളൂ. അവൻ നിനക്ക് വേണ്ടി തൻ്റെ ശരീരം തന്നെ കൊടുത്തു. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാനേ കഴിയും. നമ്മൾ വലിയ വായിൽ നമ്മൾ ദൈവത്തൊക്കെ വലിയ ആളാവും. നമ്മൾ പറയും, ഞാൻ പറയുമ്പോൾ എന്നോട് കൂടെ പറയുന്നത് പലപ്പോഴും ഞാനും ചെയ്തിട്ടുണ്ട്, കർത്താവേ ഇത് കാണുന്നില്ലേ, ഇവരുടെ വേദന മാറ്റണമേ അപ്പാ. വേദനകൾ അവൻ ചുമന്നു. എൻ്റെ വേദനയെ അവൻ ചുമന്നു. ഗത്ശമന തോട്ടത്തിൽ അവൻ്റെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി മാറി. അവൻ ഹൃദയം എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടു. അവൻ്റെ ശരീരം മുഴുവൻ അവൻ അടികൊണ്ട് പൊളിഞ്ഞു. കാൽവരി ക്രൂസിൽ അവസാനത്തുള്ള രക്തം എനിക്ക് തന്നു. അവൻ്റെ അടിപ്പിണ എനിക്ക് എന്തു വന്നു? സൗഖ്യം വന്നു. എൻ്റെ തലവേദന എനിക്കൊരു ഭാരമായിരിക്കാം, പക്ഷേ അവനത് ഭാരമാണ്. അതിനേക്കാൾ അധികമായി അവൻ ആഗ്രഹിക്കുന്നു ഞാൻ സൗഖ്യമാകണമെന്ന്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, സൗഖ്യം ദൈവമല്ല തടയുന്നത്. സൗഖ്യത്തിന് വേണ്ടതൊക്കെയും ദൈവം ഒരുക്കി കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില പേര് ഈ കുറച്ചുകൂടി പവർ കിട്ടിയെങ്കിൽ ഒന്നും കിട്ടാനില്ല. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. ലുക്ക്, ഫസ്റ്റ് വാക്ക് വളരെ പ്രചോദനം. അത് മലയാളം വേർഷനിലില്ല. ബിഹോൾഡ്, ലുക്ക്, നോക്കൂ, ഞാൻ നിങ്ങൾക്ക് പാമ്പുകളുടെ മേലും തേളുകളുടെ മേലും ശത്രുവിൻ്റെ സകല ബലത്തിൻ്റെ മേലും അധികാരം നൽകുന്നു. നൽകുമല്ല, നൽകിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒന്നും നിന്നോട് തിരിച്ചൊന്നും ചെയ്യത്തില്ല. ഹല്ലേലൂയ. ലുക്ക്, നോക്കണം, കാണണം. നീ എന്ത് ചെയ്യണം? നിനക്ക് തന്ന അധികാരത്തെ കാണണം. ഞാനൊരു മുമ്പ് ഒരു കഥ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യാൻ വിചാരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ബാങ്കിൻ്റെ ഫ്രണ്ടിൽ ഒരു സെക്യൂരിറ്റി നിൽക്കുകയാണ്. ബാങ്കിൻ്റെ ഫ്രണ്ടിൽ, ഓക്കെ, നല്ലൊരു മെഷീൻ ഗണ്ണൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അല്ല, വേറെ രാജ്യം വിചാരിക്കുക. ഇവിടെ അങ്ങനെ കൊടുക്കത്തില്ല മെഷീൻ ഗണ്ണൊന്നും. ഒരു മെഷീൻ ഗൺ പിടിച്ച് നിൽക്കുക. അതിന് ഫുൾ അധികാരമുണ്ട്. ഫുൾ സ്യൂട്ടില്ല നിൽക്കുന്നത്. ബാങ്കിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുക. ഓക്കെ, അത് ബാങ്കിൻ്റെ ചാർജ് കൊടുത്ത് നിർത്തിയിരിക്കുക. പെട്ടെന്ന് ഒരു വണ്ടിയിൽ കുറച്ച് പേര് ഓടി വന്ന് ബാങ്കിനകത്തേക്ക് ഇടിച്ച് കയറുന്നു. കുറേ ബാങ്കിൽ നിന്ന് പൈസ ഒക്കെ മോഷ്ടിക്കുന്നു.
ആൾക്കാരെ അടിക്കുന്നു, ഇറങ്ങിപ്പോകുന്നു. ഇതെല്ലാം നോക്കി ഇയാൾ ഇങ്ങനെ നിൽക്കുക. അവരെല്ലാം പോയി കഴിഞ്ഞപ്പോഴേക്കും നേരെ ഹെഡ് ഓഫീസിലേക്ക് വിളിക്കുകയാണ്. ഹലോ, നിങ്ങളെന്താ ഒന്നും ചെയ്യാത്തേ? അപ്പോൾ അവർ എന്നാ പറ്റി? ഒന്നും ചെയ്യാത്തന്തേ? എന്നാ പറ്റിയടാ? ഇവിടെ നിന്നെല്ലാം ഓടിച്ചുകൊണ്ട് പോയല്ലോ കുറേ ആൾക്കാരൊന്ന്. CCTV നോക്കിയപ്പോൾ ഉണ്ട്, ശരിയാണ്, മോഷ്ടിക്കാൻ വരുന്നുണ്ട്. ഇദ്ദേഹം റൈഫിളും പിടിച്ച് നിൽക്കുക, ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ എന്നാ പറയുക അയാളെ? നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നതാ, ഇയാൾക്ക് എന്താ ഒന്ന് ചെയ്തുകൂടെ? അവരെ വിരട്ടി ഓടിച്ചുകൂടെ? അല്ലെങ്കിൽ വെടിവെച്ചുകൂടെ? അല്ലേ? നമ്മളെല്ലാവരും ഫുൾ ലോഡഡാണ്. എങ്ങനെ അറിയാം? വചനം പറയുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടി അരയ്ക്കാൻ എനിക്ക് എൻ്റെ ദൈവം അധികാരം തന്നിരിക്കുക. ഹല്ലേലൂയ. ഈ മനുഷ്യൻ എന്നാ ചെയ്യണമായിരുന്നു? ഈ മനുഷ്യൻ അധികാരത്തെ ഉപയോഗിക്കാമായിരുന്നു. പലപ്പോഴും നമ്മളിങ്ങനെയാണ്, കർത്താവേ കാണുന്നില്ലേ, പ്രശ്നം കാണുന്നില്ലേ, പ്രതികൂലം കാണുന്നില്ലേ, രോഗം കാണുന്നില്ലേ, നീ എന്താ ഇടപെടാത്തേ? ഐ ഹാവ് ഗിവൻ യു അതോറിറ്റി. ഞാൻ നിനക്ക് അധികാരം തന്നിരിക്കുന്നു. സകലത്തെയും ചവിട്ടി അരയ്ക്കുവാൻ, സകലത്തിന് മേലും വാഴുവാൻ ഞാൻ നിനക്ക് അധികാരം തന്നിരിക്കുന്നു. പിന്നെ നീ എന്താ ചെയ്യാത്തേ? ഇതാണ് സ്വർഗത്തിൻ്റെ ശബ്ദം, ഇതാണ് സ്വർഗത്തിൻ്റെ വാക്ക്. കാരണം വചനം വ്യക്തമായി പറയുന്നു, നിനക്ക് അധികാരം തന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, പലരും ആഗ്രഹമാണ്, ഒരു ശുശ്രൂഷകൻ വന്ന് എൻ്റെ കൈവച്ചെങ്കിൽ ഞാൻ സൗഖ്യമാകുമായിരുന്നു. ശരിയാണ്, സൗഖ്യമാകും. കാര്യം എന്താ? വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും അധികാരമുണ്ട്, കൈവച്ചാൽ സൗഖ്യമാകും. പക്ഷേ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഒരു ഇൻസിഡൻറ്റ് കണക്ട് ചെയ്ത് പറയാം. ഒരു സഹോദരി ഹോസ്പിറ്റലിൽ പോവുകയാണ് വയറുവേദനയുമായിട്ട്. അപ്പോൾ ഡോക്ടർ ഒരു ആൻറ്റിബയോട്ടിക് കൊടുത്തു. ഓക്കെ, ആൻറ്റിബയോട്ടിക് എന്തിനാണ് കൊടുക്കുന്നത്? നിങ്ങൾ പറ, എന്തിനാ ആൻറ്റിബയോട്ടിക്? ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെ മാറ്റാൻ, ആ ഇൻഫെക്ഷൻ മാറാൻ എന്ത് കൊടുക്കും? ആൻറ്റിബയോട്ടിക് കൊടുക്കും. ആൻറ്റിബയോട്ടിക് കഴിക്കുക വെച്ച് കഴിയുമ്പോൾ ഓക്കെ ആയി, 2 ദിവസം ഒരു കുഴപ്പമില്ല. ഒരു 3 ദിവസം കഴിയുമ്പോൾ വീണ്ടും വേദന, വീണ്ടും ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ആൻറ്റിബയോട്ടിക് കൊടുത്തു, ഒരു കുഴപ്പമില്ല, മാറി. അടുത്ത ആഴ്ച വീണ്ടും അതേ ആവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടർ പറയും എന്തോ പ്രശ്നമുണ്ട്, എന്തോ കാര്യമായ പ്രശ്നമുണ്ട്. അപ്പോൾ അദ്ദേഹം ആൾക്കാരെ അയച്ചു, വീട്ടിൽ പോയി നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ ഇവരെ കുടിവെള്ളത്തിൽ വേറെ ഡ്രെയിനേജ് പൈപ്പുമായിട്ട് കണക്റ്റഡാണ്. എവിടെന്നോ വേസ്റ്റ് വെള്ളം കയറി വരിക. ഈ വെള്ളമാണ് അകത്തെന്തോ ഉണ്ടാക്കുന്നത്, ഇൻഫെക്ഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനി എത്ര കാലം ആൻറ്റിബയോട്ടിക്സ് കഴിച്ചാലും ഇതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. ഇതുപോലെയാണ് പലരും. ഒരു രോഗത്തിൻ്റെ അവസ്ഥ വരുമ്പോൾ പ്രാർത്ഥിക്കണം, പത്രേ സൗഖ്യമാവും. സൗഖ്യമായി കഴിയുമ്പോൾ വീണ്ടും കുടിക്കുന്ന സാധനം ഇതേ സാധനം പഴയതാണ്. അതായത് മനസ്സിൽ കിടന്ന സാധനം റിന്യൂ ആവുന്നില്ല. ഒരു കാര്യം പറയാം, ഒരു ദൈവത്തിൻ്റെ മനുഷ്യൻ, ഒരു അഭിഷിക്തന് നിങ്ങളെ വിടുവിക്കാൻ, നിങ്ങളെ ഡെലിവർ ചെയ്യാൻ കഴിയും. പക്ഷെ ഒരിക്കലും നിങ്ങളുടെ മനസ്സിനെ മാറ്റാൻ കഴിയത്തില്ല, നിങ്ങളുടെ റോങ് തിങ്കിങ്ങിനെ മാറ്റാൻ പറ്റത്തില്ല. അതിനെന്ത് വേണം? ദൈവത്തിൻ്റെ വചനം വേണം. ഇത് കഴിക്കണം, ഇത് ഭക്ഷിക്കണം. നിങ്ങൾ ജീവിക്കേണ്ടത് സ്ഥിരമായ ദൈവവചനത്തിൻ്റെ സത്യത്തിൽ നിങ്ങൾ ഉറച്ചു നടക്കണം. എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എൻ്റെ സൗഖ്യം. എനിക്ക് ദൈവം അധികാരം നൽകിയിരിക്കുന്നു, സകലത്തിൻ്റെ മേൽ ദൈവം അധികാരം നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ എന്ത് ചെയ്യണം? വീട്ടിലെ സോഴ്സ് മാറ്റണം. എന്ന് വന്ന് എടുത്തു വെച്ചിട്ട് ഉള്ള സോഷ്യൽ മീഡിയയിലുള്ള എല്ലാം കാണും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യില്ല? ദൈവത്തിൻ്റെ വചനം എന്ത് പറയുന്നത് മാത്രം നോക്കൂല. അത് പാസ്റ്റർ ജോലിയാണ്. ശനിയാഴ്ച ഞായറാഴ്ച നമ്മളെ കുറച്ച് പഠിപ്പിക്കും, നമ്മൾ കേൾക്കും, നമ്മൾ വീണ്ടും പോയി പഴയ തന്നെ കഴിക്കും. രാവിലെ ഭക്ഷണം കഴിക്കുന്ന കൂടെയും അകത്ത് കയറ്റിക്കൊണ്ടിരിക്കും ഇങ്ങനെ. എന്നിട്ട് മാറണില്ല. എടാ മാറിയതാ കഴിഞ്ഞ ആഴ്ച, പക്ഷെ ഇപ്പം വീണ്ടും ഇരിക്കണം. എന്താണെന്നറിയാമോ? വീണ്ടും തിന്ന് കയറ്റിയതാ, വീണ്ടും അതേ വെള്ളം കുടിക്കണേ, പിന്നെ ഇൻഫെക്ഷൻ വരും. പക്ഷേ ഈ ഇൻഫെക്ഷൻ്റെ ആ കാര്യമായിരിക്കുന്ന കണ്ടാമിനേറ്റുള്ള വെള്ളം, കുടിച്ചുകൊണ്ടിരുന്ന വെള്ളം മാറ്റി വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കണം. നീ കട്ടിയായ ആഹാരവും കഴിക്കണം. അങ്ങനെ നീ വളരണം. ഹല്ലേലൂയ. ഇനി ഒരു ഈവിൾ സ്പിരിറ്റ് ഒരു വ്യക്തിയെ ബാധിച്ചിരിക്കുമ്പോൾ അവനെ ഒരു വാക്കുകൊണ്ടോ ഒരു സ്പർശനം കൊണ്ടോ, മോസ്റ്റ് ഓഫ് ദ കേസ് ഒരു വാക്കുകൊണ്ട് തന്നെ ശുശ്രൂഷകന്മാർ പുറത്താക്കി ഫ്രീ ആക്കും, സൗഖ്യമാകും. പക്ഷെ അവിടെ എന്തുണ്ടാവും? ഒരു എംപ്റ്റീനെസ് ഉണ്ടാവും, അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. വചനം വ്യക്തമായി പറയുന്നു, യേശു തന്നെ പറഞ്ഞു, ഒരു ദുരാത്മാവ് ഒരു വ്യക്തി വിട്ടുപോയ ശേഷം അവൻ കറങ്ങി തിരിഞ്ഞ് വീണ്ടും ആ വീട്ടിലേക്ക് അന്വേഷിച്ചു വരും. ആ വീട് അടിച്ചു വാരി വൃത്തിയാക്കി വേറെ ആരും താമസമില്ല, അങ്ങനെ കിടപ്പുണ്ടെങ്കിൽ അവൻ കൂട്ടുകാരെയും വിളിച്ചുകൊണ്ട് വന്ന് വേറെ 8 എണ്ണമായിട്ട് കയറി താമസിക്കും. അവൻ്റെ സ്ഥിതി പണ്ടത്തെക്കാളും മോശമായി തീരും. അപ്പോൾ എന്നാ ചെയ്യണം? ഒരാൾക്ക് നിങ്ങളെ വിടുവിക്കാൻ കഴിയൂ. നിങ്ങൾ ഫിൽ ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ്. ദൈവത്തിൻ്റെ വചനത്താലും പരിശുദ്ധാത്മാവാലും നിങ്ങൾ നിറയപ്പെടണം.
അല്ലാതെ ബ്രദറെ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ പ്രാവശ്യം സുഖമായതാണ്, പക്ഷേ ഈ ആഴ്ച വീണ്ടും വന്നെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. അവൻ കയറി 2 റൗണ്ട് ഇറങ്ങി വന്നപ്പോഴേക്കും ഇവിടെ വീണ്ടും പഴയ പരിപാടി. നമ്മൾ ഒരു വൈകുന്നേരം 4 മണിക്കൂർ സീരിയൽ, ബാക്കി ഞാനൊന്നും പറയുന്നില്ല, എല്ലാം കഴിഞ്ഞിരിക്കുമ്പോൾ പിന്നെ നമ്മൾ എന്തെങ്കിലും കയറും അകത്തോട്ട്. ദൈവത്തിൻ്റെ വചനം ഇതിനകത്തോട്ട് വന്നില്ലെങ്കിൽ നമ്മൾ ഒരു ബലമില്ലാത്തവരാണ്. ശത്രുവിന് നമ്മൾ വെറും ഇരയാണ്. മനസ്സിലായില്ല? ദൈവരാജ്യത്തിൽ നിങ്ങളെ കാണുന്നതിന് ഓരോ കണക്കുകളുണ്ട്. നിങ്ങളെ കാണുന്നത്, ചില ശത്രു കാണുന്നത് നല്ല ആരോഗ്യമുള്ളവരായി, പുഷ്ടിയുള്ള. ചിലതാണത് നിങ്ങൾ പുറമെ എത്ര ആരോഗ്യം ഉണ്ടെങ്കിലും കാര്യമില്ല. ദൈവരാജ്യം നിങ്ങൾ ആരോഗ്യമുള്ളവരാണോ എന്നുള്ളത് വലിയ കാര്യമാണ്. ചില ആൾക്കാരെയൊക്കെ ശത്രു കാണാൻ പറയും, ബിവെയർ, തൊടണ്ട, മാറിപ്പോ, കാരണം തൊട്ടാ പൊള്ളും. അത്തരത്തിൽ ഇതിൽ നിങ്ങൾ തീരുമാനിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. വചനം പറയുന്നതാണ്, നിൻ്റെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെട്ടു വരണം. അതിനു വേണ്ടിയത് വല്ലപ്പോഴും 1 ഔൺസ് കൊടുത്താൽ പോരാ, കട്ടിയായിട്ട് തന്നെ കഴിക്കണം. അത് കാര്യമായിട്ട് തന്നെ അകത്ത് വേണം, സ്ഥിരമായിട്ട് വേണം. റെഗുലറായിട്ടുള്ള പ്രാർത്ഥന, റെഗുലറായിട്ടുള്ള വചനധ്യാനം ഇതെൻ്റെ ആവശ്യമാണ്. അത് നിങ്ങൾക്ക് വേണ്ടി വേറെ ആർക്കും ചെയ്തു തരാൻ പറ്റത്തില്ല. ആൻറ്റിബയോട്ടിക്സും തരാൻ പറ്റും, സൗഖ്യമാക്കാൻ പറ്റും. പക്ഷെ സൗഖ്യം നിലനിൽക്കുമ്പോൾ, അത് നിലനിൽക്കുന്നതാവണമെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നിത്രേ ഉള്ളൂ, യേശു നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ശാരീരിക രോഗത്തെയാണ് എടുത്തു മാറ്റിയത്. ഞാനൊരു എക്സാമ്പിളോട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവാണ്, ചുരുക്കി പറയാം. ഓക്കെ, അതായത് മെസ്സേജ് തുടങ്ങാൻ പോകുന്നർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ. അതായത് ഒരാൾക്ക് എങ്ങനെ ഈ സൗഖ്യത്തെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ പറ്റും? നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ പലപ്പോഴും പറയും, ഞാൻ നാളെ സൗഖ്യമാവും, അടുത്ത ആഴ്ച സൗഖ്യമാവും, എന്നെ ഒരു നാൾ കർത്താവ് സൗഖ്യമാക്കും. മണ്ടത്തരം. വചനത്തോടെടുത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല. നാളെ നിങ്ങൾ സൗഖ്യമാകാൻ പോണില്ല, യേശു നിങ്ങൾ അതിനെ സൗഖ്യമാക്കുമെന്നും പറയുന്നത് വചന അടിസ്ഥാനത്തിൽ ശരിയല്ല. കാരണം നിങ്ങളുടെ അടുത്ത വീട്ടിലൊരാൾ യേശുവിനെ അറിയാത്തൊരു വ്യക്തിയോട് അവൻ രക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് അവനോട് പറയുമോ, നീ ഒന്ന് ദൈവത്തോട് പ്രാർത്ഥിക്ക്, ദൈവം യേശുവിനെ ഒന്നുകൂടെ അയക്കട്ടെ, വന്ന് ക്രൂശിൽ മരിക്കട്ടെ, എങ്കിൽ നീ രക്ഷപ്പെടുമെന്ന്? അതോ യേശു ഓൾറെഡി നിനക്ക് വേണ്ടി മരിച്ചു, നീ അവൻ വിശ്വസിക്കുമ്പോൾ നീ രക്ഷ പ്രാപിക്കുമെന്ന് പറയുമോ? നിങ്ങൾ യേശുവിനെ വിശ്വസിച്ച് യേശുവിനെ കഥാവായി സ്വീകരിച്ച ആ ദിവസം നിങ്ങൾക്ക് പലപ്പോഴും ഓർമ്മയുണ്ടാവും. അന്ന് നിങ്ങൾ കളർ മാറിയോ? അന്ന് അതുവരെ ഞാൻ കറുത്തവരായിരുന്നു, യേശു സ്വീകരിച്ചപ്പോൾ വെളുത്തു. ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അതോ കൈ നീളം കൂടിയോ? എന്തെങ്കിലും സംഭവിച്ചോ? ഫിസിക്കലി എന്തെങ്കിലും കണ്ടിട്ടാണോ നിങ്ങൾ വിശ്വസിച്ചപ്പോൾ എന്നെ സംഭവിച്ചു? അകത്തൊരു കൺവിക്ഷൻ വന്നു, സംതിങ് ചേഞ്ച്ഡ്. എന്താ കാരണം? ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ വചനം അങ്ങനെ പറയുന്നു, ഞാനത് വിശ്വസിച്ചു. പക്ഷെ പലപ്പോഴും നമ്മൾ സൗഖ്യത്തിന് എങ്ങനെയല്ല, പ്രാർത്ഥന ചെയ്യുമ്പോൾ നോക്കും, വേദന പോയോ, ശരീരം എന്ത് പറയുന്നു, ശരീരം അനങ്ങിയോ, മാറ്റമുണ്ടോ, ഫീലിങ്സ് ഉണ്ടോ? അയ്യോ, ഒന്നും ഫീൽ ചെയ്തില്ലല്ലോ. നിൻ്റെ ശരീരമല്ല നിന്നോട് സൗഖ്യമായോ ഇല്ലെന്ന് പറയേണ്ടത് ദൈവത്തിൻ്റെ വചനമാണ്. ഹലോ, ശരീരം നോക്കിയിരുന്ന ഒരിക്കലും നീ സൗഖ്യം കാണാൻ പോണില്ല. കാരണം ശരീരം നിന്നോട് ഒരിക്കലും പറയില്ല സൗഖ്യമായെന്ന്. പക്ഷെ നീ ശരീരത്തോട് പറയണം, ഞാൻ സൗഖ്യമായി. അത് ശരീരം അനുസരിക്കാൻ തുടങ്ങും. ഇതാണ് എൻ്റെ പ്രധാന സാധനം. അതായത് വിശ്വസിച്ച് കഴിയുമ്പോൾ അതാണ് യേശു മർക്കോസ് സുവിശേഷം 10:24 പറയുകയാണ്, നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുന്നതൊക്കെ കിട്ടിയെന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് ഉണ്ടാകും. നമ്മൾ തിരിച്ചാണ്, പ്രാർത്ഥിച്ചു, ഉണ്ടായോ, ഉണ്ടായില്ല, അപ്പോൾ വിശ്വസിക്കില്ല. അങ്ങനെയല്ല, ദൈവരായില്ല ഫംഗ്ഷൻ അങ്ങനെയല്ല. പ്രാർത്ഥിക്കുമ്പോൾ കിട്ടിയെന്ന് വിശ്വസിപ്പിൻ. അത് സൗഖ്യമല്ല, എന്തും വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്കത് ഉണ്ടാകും. എന്തുകൊണ്ടത് വിശ്വസിക്കണം എന്നാ എൻ്റെ ചോദ്യം. എഴുതപ്പെട്ട വചനമായതുകൊണ്ട് വിശ്വസിച്ചേ പറ്റൂ, അത് മാറത്തില്ല. യേശു സാത്താനോട് പോലും യേശു പറഞ്ഞു, ഇങ്ങനെ എഴുതിയിരിക്കുന്നല്ലോ. അവിടെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. പലപ്പോഴും സാത്താൻ തന്നെ പല വാക്യങ്ങളും കോട്ടിയും. നമ്മളൊക്കെ നന്നായിട്ട് സാത്താൻ്റെ വചനം അറിയാമേ, തിരുവഴുത്ത് നന്നായിട്ട് സാത്താൻ അറിയാം. യേശുവിൻ്റെ അടുത്ത് പോലും വന്ന് പറഞ്ഞു, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് ദൂതന്മാർ കൈകൾ വഹിച്ചുകൊള്ളും. കേട്ടാൽ നല്ല രസമുണ്ടല്ലേ? അതങ്ങനെയാണ്. പക്ഷേ ശത്രുത കൊണ്ടുവന്നതിനാണ്, കോട്ടി എന്തിനാ? തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ യേശു എന്നാ പറഞ്ഞു? അങ്ങനെ മാത്രമല്ല, ഇങ്ങനെയും കൂടെ എഴുതിയിട്ടുണ്ട്. ചില ഇങ്ങനെയും കൂടെ അങ്ങനെ അറിഞ്ഞിരിക്കണം. ചിലർക്ക് വചനം അറിയാം, അവിടെ നിന്ന് ഇവിടെ ആൾക്കാർ പറയുമ്പോൾ വിചാരിക്കും ശരിയാണല്ലോ, പക്ഷേ അത് മാത്രം നിർത്തരുത്, ഇനിയും വായിക്കണം. ഇങ്ങനെയും കൂടെ ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവും. അവിടെയാണ് ശത്രു നമ്മളെ പറ്റിക്കുന്നത്. ശത്രു പറയും, നോക്കടാ, ആ വ്യക്തി മരിച്ചു പോയില്ലേ, രോഗം വന്ന്, ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ, ആ വ്യക്തി സൗഖ്യമായില്ലെന്ന്. പക്ഷെ അതിനപ്പുറം നോക്കണം,
അങ്ങനെയല്ല, അവൻ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു എന്നും എഴുതിയിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലപ്പോഴും വചനം എടുത്ത് കോട്ട് ചെയ്തിട്ട് പലരും പറയും, കണ്ടില്ലേ, ഇങ്ങനെ എഴുതിയിട്ടില്ലേ? അൾട്ടിമേറ്റ്ലി യേശുവിലേക്ക് നോക്കണം. അവൻ ആരെയും സൗഖ്യമാക്കാതെ വിട്ടിട്ടില്ല, അവൻ സകലരെയും സൗഖ്യമാക്കി. കാരണം പിതാവായ ദൈവത്തിൻ്റെ പൂർണ്ണത വെളിപ്പെട്ടത് യേശുവിലാണ്. യേശുവിലാണ്. ഒരു പ്രവചനത്തിനും യേശുവിനെ പൂർണ്ണമായി വെളിപ്പെടുത്താൻ പറ്റിയില്ല. യേശുവിൽ പിതാവായ ദൈവത്തെ ഒരു പ്രവാചകനും വെളിപ്പെടുത്താൻ കഴിഞ്ഞില്ല പൂർണ്ണമായി. എബ്രായ ലേഖനം പറയുകയാണ്, ദൈവം പണ്ട് ഭാഗം ഭാഗമായി വിവിധമായി പ്രവാചകന്മാർ മുഖേന, തന്റെ ദാസന്മാർ മുഖേന അറിയിച്ചെങ്കിൽ ഇതാ ഈ അന്ത്യകാലത്ത് യേശു ക്രിസ്തുവിലൂടെ തന്നെ പൂർണ്ണമായി വെളിപ്പെടുത്തി. പല പ്രസംഗങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, യേശു ക്രിസ്തുവാണ് പിതാവായ ദൈവത്തിൻ്റെ ഫേസ് മാത്രമല്ല, പിതാവായ ദൈവം എന്താകുന്നു, ആരാകുന്നു പൂർണ്ണമായി നമുക്ക് വെളിപ്പെടുത്തുന്നത് അത് യേശു കർത്താവ് മാത്രമാണ്. യേശു ഒരാൾക്കും രോഗം കൊടുത്തില്ല, ആരോടും സൗഖ്യമാകില്ല എന്ന് പറഞ്ഞില്ല, ആരോടും നാളെ വരാൻ പറഞ്ഞില്ല. പകരം അവൻ്റെ അടുക്കൽ വന്ന സകലരെയും യേശു സൗഖ്യമാക്കി. അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ആഴത്തിൽ ഉറപ്പിച്ച് മനസ്സിലായ ഒരു കാര്യമാണ്, എൻ്റെ സൗഖ്യം, എൻ്റെ ആരോഗ്യം അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന് മാത്രമല്ല, എന്തു പറയാനകത്ത് അതാണ് ഹൃദയം. ദൈവത്തിൻ്റെ ഹൃദയമാണ് എൻ്റെ സൗഖ്യം. എങ്ങനെ അറിയാം? ക്രൂശിലേക്ക് നോക്ക്. ആ ക്രൂശ് നിന്നോട് പറയുന്നത്, ഈ ക്രൂശിൽ ഞാൻ തകർക്കപ്പെട്ടു. യേശു പറയുകയാണ്, ഞാൻ തകർക്കപ്പെട്ടത് നിന്റെ സൗഖ്യത്തിനാണ്. യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞതിനെ യേശു നിവർത്തിച്ച് കാണിച്ചിട്ട് പറയുകയാണ്, ഇതെൻ്റെ ഇഷ്ടമാണ്. ആരും ഇനി കർത്താവേ നിനക്ക് ഇഷ്ടമാണെങ്കിൽ സൗഖ്യമാക്കണേ എന്ന് പ്രാർത്ഥിക്കരുത്. എൻ്റെ യേശുവിൻ്റെ ഇഷ്ടമാണ് എൻ്റെ സൗഖ്യം, എൻ്റെ ശരീരമേ സൗഖ്യം പ്രാപിക്ക എന്നേ പറയാവൂ. ഇനി ഒരാൾ പ്രാർത്ഥിച്ചു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, സൗഖ്യമായി, ശരീരം നോക്കണം, ശരീരമേ സൗഖ്യമായോ എന്ന് ചോദിച്ചാൽ ശരീരം പറയും, എടാ അവിടെ ഇവിടെയൊക്കെ വേദന തോന്നുന്നുണ്ടാ, ഇവിടെ കുത്ത് തോന്നുന്നുണ്ടാ, അവിടെ വേദന തോന്നുന്നുണ്ട്, അപ്പോൾ സൗഖ്യമാകില്ലല്ലേ? മുഴയും ഇപ്പം തള്ളു തന്നെ നിൽപ്പുണ്ട്. അപ്പം നമ്മൾ പറയും, സൗഖ്യമാകില്ല. നമ്മൾ ആരനുസരിച്ചു? ആരെ വിശ്വസിച്ചു? ശരീരത്തെ വിശ്വസിച്ചു. പകരം എന്നെ വിശ്വസിക്കണം, വചനം. ഒരു വാക്യം വായിക്കാം, നമുക്ക് അപ്പം മനസ്സിലാവും. റോമാലേഖനം എടുക്ക്. ഇത് ഇപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് അത് വളരെ ക്ലാരിറ്റി കിട്ടും. റോമാലേഖനം 4-ാം അധ്യായത്തിൽ അതിൻ്റെ 17 മുതൽ വാക്യങ്ങളിൽ ചില പോർഷൻസ് ഞാൻ വായിക്കുകയാണ്. അവിടെ എഴുതിയിരിക്കുന്നത് അബ്രഹാമിനെ കുറിച്ചാണ്. നമ്മളെല്ലാവരും പറയുമല്ലോ, അബ്രഹാം വിശ്വാസികളുടെ പിതാവാണെന്നൊക്കെ. വെറുതെ അല്ല അത് പറയുന്നത്. നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആരും തന്നെ അതുപോലൊരു കാത്തിരിപ്പ് ഉണ്ടായിട്ടുണ്ടാവില്ല. 75-ാമത്തെ വയസ്സിൽ ദൈവം ഒരു പ്രവചനം കൊടുത്തു, നിന്റെ സന്തതി ഇങ്ങനെയൊക്കെ ആവും. 76 വയസ്സായി, 77 വയസ്സായി, 80 85 90 95 നീണ്ട 25 വർഷം കാത്തിരുന്നു. 100 വയസ്സായി, പ്രവചനം നിൽപ്പുണ്ട്, ഒന്നും കാണുന്നില്ല. ശരീരം 75 വയസ്സായപ്പോഴേ ആകപ്പാടെ പ്രശ്നമായത്. ഇപ്പോഴുണ്ടോ 100 വയസ്സായി നല്ലതായിട്ട് ക്ഷീണിച്ചിരിക്കുക. സയൻറ്റിഫിക്കലി പറഞ്ഞാൽ, സയൻസ് പരമായി പറഞ്ഞാൽ ഇനി ഒരു കുഞ്ഞുണ്ടാകാനുള്ള സാധ്യത 0. 100 വയസ്സ്. ഭാര്യയ്ക്കും ഏകദേശം 90 വയസ്സായി, സാറായിക്ക്. പക്ഷെ പ്രവചനം എവിടെ ഉണ്ട്? കിടപ്പുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. എന്നാ എഴുതിയെന്നറിയാവോ? അതാ എഴുതിയിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഹലോ, വചനം തെറ്റല്ലേ? 100 വയസ്സായി, മക്കളില്ല. പക്ഷെ എഴുതിയിരിക്കുന്നത് എന്താണ്? ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കുമെന്നല്ല, ആക്കി വച്ചു എന്നത്. ശരീരത്തിൽ രോഗമല്ലേ, ക്യാൻസർ അല്ലേ, പ്രശ്നമല്ലേ, വേദനയല്ലേ? പക്ഷെ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? സൗഖ്യം ആയിരിക്കുന്നു. വ്യത്യാസം നോക്കിയേ. എന്നാ ശരീരം പറയുന്നേ? രോഗം, പ്രയാസം, നിർജീവമായ അവസ്ഥ. പക്ഷേ അവിടെ പറയുന്നത് എന്താണ്? എഴുതിക്കുന്നത് എന്താണ്? നിങ്ങൾ മിണ്ടുന്നില്ല. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ക്ലാരിറ്റി വരുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്കിത് വലിയ പ്രയോജനം ചെയ്യും. അബ്രഹാമിന് ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു, ഒരു പ്രവചനം കൊടുത്തു. എന്താണ്? ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വച്ചിരിക്കുന്നു. പക്ഷെ അബ്രഹാം ആ പ്രവചനവും തൻ്റെ ജീവിതവുമായി കമ്പയർ ചെയ്തപ്പോൾ തനിക്കൊരു കുഞ്ഞില്ല, ബഹുജാതികൾക്ക് പോയിട്ട് ഒരു കുഞ്ഞിൻ്റെ അപ്പം പോലും അല്ല. മാത്രമല്ല 100 വയസ്സായി,
ഭാര്യയ്ക്ക് 90 വയസ്സായി. ഒറ്റ കാര്യമുള്ളൂ, ഒരു സാധനം എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? എന്നെ ദൈവം ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കുന്നു. ഇത് മാത്രമേ പുള്ളിക്കാരുടെ കയ്യിലുള്ളൂ. പക്ഷെ ശരീരം മൊത്തം പ്രശ്നമാണ്. അടുത്ത വാക്യം വായിക്കുന്ന ഇങ്ങനെയാണ്: നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ. ദൈവം എന്താണോ പറഞ്ഞത്, ദൈവം പറഞ്ഞു നിന്നെ ഞാൻ ബഹുജാതികൾക്ക് പിതാവാക്കി വച്ചിരിക്കുന്നു. പക്ഷെ ശരീരം പറഞ്ഞു ഒരു സാധ്യതയുമില്ല. അങ്ങനെ ഇരിക്കെ തന്നെ അബ്രഹാം ആശയ്ക്ക് വിരോധമായി, എല്ലാ പ്രതീക്ഷകൾക്കും വിരുദ്ധമായി, എല്ലാ സാഹചര്യത്തിനും എതിരായി, അതിനനുസൃതമായിട്ടല്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടും ശരീരം പറയും വേദന ഇപ്പോഴും ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ പറയും മിണ്ടാരിടാ, വചനം പറയുന്നു ഞാൻ സൗഖ്യമായിരിക്കും എന്ന് പറയുന്ന പോലെ അബ്രഹാം എല്ലാ പ്രതീക്ഷയ്ക്കും വിരുദ്ധമായി അബ്രഹാം ചെയ്ത കാര്യമാണ്, അവൻ വിശ്വസിച്ചു. ആശയോടെ വിശ്വസിച്ചു. ആശിക്കാൻ ഒരു സാധ്യതയില്ലായിട്ടും അവനൊരാശ. എങ്ങനെ വന്നു? എഴുതപ്പെട്ട വചനം, അത് സർവശക്തനായ ദൈവം എഴുതിയ ഒരു വാക്ക്, അതിനവൻ അങ്ങ് വിശ്വസിക്കുക. അടുത്ത വാക്ക്, അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും. ചത്തുപോയി ശരീരം, ഇനി ജീവിച്ചിരിക്കണമെന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത് ശരീരത്തിൻ്റെ സെൻസുകൾ പറയുന്നു ഇനി നമുക്കൊന്നും പഴയതുപോലൊന്നും ഫങ്ഷൻ ചെയ്യാൻ പറ്റൂല, എല്ലാം നശിച്ച്. ക്യാൻസർ വന്നവർ പറയും എൻ്റെ സെല്ലുകളൊക്കെ നശിച്ച്, ഇനി തിരിച്ചു വരാൻ പറ്റൂല, എല്ലാം നശിച്ചിരിക്കുക, എല്ലാം ജീർണിച്ചിരിക്കുക, കീമോ ചെയ്തൊക്കെ പോയിരിക്കുക, എല്ലാം അവസാന സ്റ്റേജിലാണ്, ഇനി കുറച്ചൊക്കെ ഫങ്ഷൻ ചെയ്യുന്നുള്ളൂ. ഒരു സൈഡിലുള്ള കിഡ്നി ഫെയിലൂറാ, അപ്പുറ സൈഡിലുള്ള അത് ഫെയിലൂറാ, എല്ലാം പോയിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ അതൊക്കെ അബ്രഹാമിനെ അറിയാഞ്ഞിട്ടല്ല, അബ്രഹാം അത് ഗ്രഹിച്ചു, മനസ്സിലാക്കി. മാത്രമല്ല അപ്പുറത്ത് തൻ്റെ കൂടെയുള്ള സാറ, അവളുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വവും ഗ്രഹിച്ചു. എന്തൊക്കെ പോയെന്ന് അപ്പച്ചന് നന്നായിട്ട് അറിയാഞ്ഞിട്ടല്ല. എൻ്റെ ശരീരത്തിലുള്ള ഏകദേശമൊക്കെ പാർട്സൊക്കെ പോയി, കൂടെയുള്ള ഭാര്യയുടെ ഗർഭപാത്രം അതും ഡെഡായി എന്നും മനസ്സിലാക്കി. ബുദ്ധിയുള്ളവനാ, എല്ലാം മനസ്സിലാക്കി. എല്ലാ സ്കാനിങ് റിപ്പോർട്ടും കിട്ടി കയ്യിൽ, എല്ലാം കയ്യിരിക്കുക. എന്താ? വൈഫിൻ്റെ യൂട്രസ് ഡെഡ്, ശരീരം ഡെഡ്, റിപ്പോർട്ട് ഇരിക്കുക, കയ്യിലിരിക്കുക റിപ്പോർട്ട്. ഏകദേശമൊക്കെ തീരുമാനം, ഇനി ഒന്നും ചെയ്യാനില്ല, എല്ലാ പരിപാടിയും കഴിഞ്ഞിരിക്കുക. ഈ റിപ്പോർട്ട് കൈ ഇരിക്കുമ്പോൾ തന്നെ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. എന്ന കാര്യം അറിയാവോ? അടുത്ത വാക്യം, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കൽ, ദൈവം പറഞ്ഞ കാര്യത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ. ഹല്ലേലൂയ, അവിശ്വാസത്താൽ സംശയിക്കാതെ. ഇനി ഇംഗ്ലീഷ് വേർഷനിൽ തൊട്ടു മുമ്പ് ഞാൻ പറഞ്ഞ വാക്യത്തെ മനോഹരമായി എഴുതിയിട്ടുണ്ട്. അതായത് ഹി ഡസൻറ്റ് കൺസിഡർ ഹിസ് ബോഡി, അതായത് തൻ്റെ ശരീരം എന്തു പറയുന്നു എന്ന് അവൻ എന്ത് ചെയ്തില്ല? കണക്കിട്ടില്ല, കൺസിഡർ ചെയ്തില്ല, മൈൻഡ് ചെയ്തില്ല. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു നീ സൗഖ്യമായിരിക്കുന്നു, പക്ഷെ ശരീരം പറഞ്ഞു സൗഖ്യമായില്ല. ഞാൻ എന്നെ കൺസിഡർ ചെയ്യും, ദൈവം പറഞ്ഞ് എന്നെ കൺസിഡർ ചെയ്യണം. അതാണ് വിശ്വാസം. മെഡിക്കൽ റിപ്പോർട്ട് പറഞ്ഞാൽ കൺസിഡർ ചെയ്യത്തില്ല. കാര്യം എന്നാ? മെഡിക്കൽ റിപ്പോർട്ട്സ് മനുഷ്യ എഴുതിയതാ, എൻ്റെ ദൈവം എഴുതുന്ന റിപ്പോർട്ടാണ് റിപ്പോർട്ട്. അവൻ്റെ റിപ്പോർട്ട് പറയുന്നു ഞാൻ സൗഖ്യമായിരിക്കുന്നു. MRI സ്കാൻ പറയുന്നു സൗഖ്യമായിട്ടില്ല. പക്ഷെ ദൈവം പറഞ്ഞത് വിശ്വസിക്കുമ്പോൾ എൻ്റെ വായിൽ നിന്ന് മറ്റൊരു കാര്യം വരും. അതാണ് താഴെ എഴുതിയിരിക്കുകയാണ്, അവൻ ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ അവിശ്വാസത്തിൽ ക്ഷീണിക്കാതെ വിശ്വാസത്താൽ ബലപ്പെട്ടിട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. വാഗ്ദത്തം ചെയ്ത ദൈവം അത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായും ഉറച്ചു. ഹല്ലേലൂയ. കൺസിഡർ ചെയ്തില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പലരും പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം. ഉടനെ നോക്കേണ്ടത് ശരീരം എന്തു പറയുന്നു എന്നല്ല, ഉറപ്പിച്ച് പറയണം, ശരീരമേ കേട്ടല്ലോ, ഈ നിമിഷം ഞാൻ പ്രാർത്ഥിച്ച ഇന്ന സമയം, ഇപ്പോൾ സമയം എത്രയായി? 8:48. ഈ സമയം മുതൽ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു എൻ്റെ ശരീരം 8:47 ഉള്ളതുപോലെ അല്ല, ഇത് മുതൽ സൗഖ്യം ആയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോഴാ ഒരു 49 ആകുമ്പം സൈഡിൽ നിന്ന് ഒരു ടിക് ടിക്, ഒരു കുത്ത്, ഒരു വേദന. ഞാൻ കൺസിഡർ ചെയ്യത്തില്ല, കാര്യമാക്കത്തില്ല, ഞാൻ ഇതിനെ കണക്കെടുക്കുന്നില്ല.
പകരം കർത്താവേ സ്തോത്രം, എന്നെ സൗഖ്യമാക്കിയതിനായി നന്ദി, നിന്റെ ഇഷ്ടമാണ് എന്നെ സൗഖ്യമാക്കുക എന്നുള്ളത്. അതിനിപ്പോൾ ആരൊക്കെ പറഞ്ഞാലും ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാധികം നീ ആഗ്രഹിക്കുന്നു ഞാൻ സൗഖ്യമാകാൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ സൗഖ്യമായിരിക്കുന്നു. ഞാൻ കാണും വിശ്വാസത്താൽ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. കാണുന്ന കാര്യങ്ങൾക്ക് നിശ്ചയം വേണ്ടല്ലോ. നമ്മൾ കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. കാണുന്ന മുഴയല്ല, കാണാത്ത സൗഖ്യത ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറയും ഞാൻ സൗഖ്യമായിരിക്കുന്നു. നീ പോലും അറിയാതെ മുഴ ചുരുങ്ങി 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 നാണം കെട്ട് വെളിയിൽ പോവും. കാരണം നിന്റെ ശരീരമല്ല നിന്നോട് പറയേണ്ടത്, വചനം ശരീരത്തോട് പറയുകയും ശരീരം അനുസരിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ വചനത്തെക്കാൾ വലുതായി കാണുന്നത് ശരീരത്തെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ കാണുന്നില്ലേ? എടാ, കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ഹല്ലേലൂയ. രോഗം, പ്രയാസം, വേദന കാണുന്നതാണ്, അനുഭവിക്കുന്നതാണെങ്കിൽ കാണാതിരിക്കുന്ന എഴുതപ്പെട്ട വചനം എന്ന് പറയുന്നു, അത് സത്യമാണ്, അത് താൽക്കാലികമല്ല, അത് നിത്യമാണ്. അതേ നിങ്ങൾക്കതൊക്കെ പറയാം. നമുക്ക് ആ വേദന എനിക്കറിയാം. ആരുടെയും വേദനയെ അവഗണിക്കുകയോ തള്ളിപ്പറയോ ചെയ്യുകയല്ല, പകരം മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം അത് സത്യമാകിയാൽ അത് വിളിച്ചു പറഞ്ഞേ പറ്റൂ. ഈ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഹല്ലേലൂയ. ആരും നിങ്ങളെ തെറ്റിക്കരുത്. നിങ്ങൾ ചെയ്ത പാപം കാരണമാണ്, നിങ്ങൾ ചെയ്ത പ്രശ്നം കാരണമാണ് നിങ്ങൾക്ക് ഈ രോഗമുള്ളത്, അല്ലെങ്കിൽ നിങ്ങളെ സൗഖ്യമാകാൻ യേശുവിന് മനസ്സില്ല എന്ന് പറഞ്ഞാൽ അവരോട് പറയണം, അങ്ങനെ എഴുതപ്പെട്ടിട്ടില്ല. കാരണം എൻ്റെ പാപത്തിൻ്റെ അനന്തരഫലം ഞാൻ അനുഭവിക്കേണ്ടതില്ല. എൻ്റെ പാപത്തിന് വേണ്ടി യേശു ക്രൂശിൽ മരിച്ചു. ഹല്ലേലൂയ. അവൻ എൻ്റെ പാപത്തെ മാറ്റി, അവൻ എന്നെ സൗഖ്യമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ രോഗത്തിൻ്റെ അവസ്ഥ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ ദൈവത്തെ കുറ്റപ്പെടുത്തരുത്. ദൈവത്തോട് ചോദിക്കില്ല എന്താ താമസമെന്ന്. ദൈവം പറയുന്ന, മോനെ നീ ഇന്നലെ സൗഖ്യമായെങ്കിലും ഞാൻ ആഗ്രഹിക്കുക, നീ കഴിഞ്ഞ ആഴ്ചയെ സൗഖ്യമായെങ്കിൽ ഞാൻ ആഗ്രഹിക്കുക. കാരണം 2000 വർഷം മുമ്പ് നിനക്കുള്ള സൗഖ്യത്തിനെല്ലാം ഞാൻ ഒരുക്കി വച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ശരീരത്തോട് പറയണം, എൻ്റെ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, ഞാൻ സൗഖ്യമായിരിക്കുന്നു. എൻ്റെ ക്യാൻസറുണ്ട്, എനിക്ക് പ്രഷറുണ്ട്, എനിക്ക് അതുണ്ടെന്നല്ല, എൻ്റെ രോഗം യേശു എടുത്തു. യേശു എടുത്തെങ്കിൽ എനിക്കത് ഇല്ല. എൻ്റെ ദാരിദ്ര്യത്തിൻ്റെ ശാപം യേശു എടുത്തു, ഞാൻ സമ്പന്നത അനുഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഇപ്പോൾ നിങ്ങൾ ഇരിക്കാനുള്ള പ്രധാന റീസൺ, എനിക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന പ്രധാന റീസൺ അറിയാവോ? നിങ്ങളുടെ മാനുഷിക ബുദ്ധിക്ക് ഇതിനെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഇത് മാനുഷിക ബുദ്ധിക്ക് ഇത് അബദ്ധമാണ്, മാനുഷിക ബുദ്ധിക്ക് ഇത് മണ്ടത്തരമാണ്. കാരണം ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ദൈവം പറയുന്ന പല കാര്യങ്ങളും മാനുഷിക ബുദ്ധിക്ക് പോഷത്വമാണ്. അതുകൊണ്ടാണ് പറയുന്നത് സുവിശേഷം അത് ദൈവശക്തിയാണ്. വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തിയാണ്, അല്ലാത്തവർക്ക് ഇത് മണ്ടത്തരമായിരിക്കും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വരുന്നത് ചികിത്സിക്കേണ്ട, മെഡിസിൻ കഴിക്കേണ്ട, ഡോക്ടറെ കാണണ്ട എന്നൊന്നുമല്ല. ചികിത്സിക്കണം, ഡോക്ടറിനെ കാണണം, മെഡിസിൻ കഴിക്കണം, എല്ലാം നല്ലതാണ്. കാരണം അവരെല്ലാവരും ചെയ്യുന്നത് ദൈവത്തിൻ്റെ കാര്യങ്ങളാണ്. കാരണം എന്താ? അവരാരെയും രോഗിയാക്കുകയല്ല, സൗഖ്യമാക്കുകയാണ് ചെയ്യുന്നത്. ദൈവം അവരെ കരങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് ലോകത്തിൽ കണ്ടെത്തിയുള്ള എല്ലാ മെഡിസിൻസുമില്ലും ദൈവം കൊടുത്ത ഐഡിയകളാണ്, ചിന്തകളാണ്. കാരണം ശത്രു ഒരിക്കലും അത് കൊടുക്കത്തില്ല. ദൈവം എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞവരും വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. അവൻ രോഗമില്ല, അവൻ ആർക്ക് രോഗം കൊടുക്കുന്ന ദൈവമല്ല. അപ്പോൾ രോഗം നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ ആദ്യമേ മനസ്സിലാക്കുക, അത് ദൈവത്തിൻ്റെ ഇഷ്ടം അല്ല. ദൈവം രോഗം വെച്ച് താമസിപ്പിക്കത്തില്ല, സൗഖ്യമാക്കാൻ വേണ്ടി താമസിപ്പിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. നിങ്ങളുടെ അടുത്തൊരു വ്യക്തി രോഗിയായിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ദൈവം അധികാരം തന്നിരിക്കുവാണ്. കാരണം ശത്രുവിൻ്റെ സകല പ്രവൃത്തികളെയും ചവിട്ടുവാൻ സ്വർഗം നമുക്ക് അധികാരം തന്നിരിക്കുവാണ്. അവിടെ പോയി നിന്നിട്ട് കർത്താവേ സൗഖ്യമാക്കണമേ എന്നുള്ളത് തെറ്റാണ്. കാരണം അപ്പോൾ യേശു പറയും, നിന്നെ ഞാൻ അയച്ചെന്തിനാ? സൗഖ്യമാക്കുക. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ മേലുദ്യോഗസ്ഥൻ അയക്കുവാണ്, ആ പ്രതിയെ പിടിച്ചിട്ട് വാ. പ്രതിയുടെ വീട്ടിലേക്ക് കയറി പ്രതിയെ കണ്ടു, അവിടെ പോയി ഫോൺ വിളിക്കുക, സാർ ഞാൻ അദ്ദേഹത്തെ കണ്ടു. തൂക്കിക്കൊണ്ട് വാടാ. അല്ല സാറേ, അതിപ്പോൾ എങ്ങനെയാ? നിൻ്റെ കയ്യിൽ അറസ്റ്റ് വാറണ്ടില്ലേടാ? ഉണ്ട് സാറേ, അത് പിന്നെ പുള്ളി എങ്ങനെ ഞാൻ അങ്ങനെ കൊണ്ടുവരുന്നേ, കുറച്ച് ഫോഴ്സ് വരട്ടെ, കുറച്ചൊരു ആൾക്കാർ വരട്ടെ. ഇതുപോലെ നമ്മൾ പലപ്പോഴും കുറച്ചുകൂടി പ്രാർത്ഥിക്കാൻ ശക്തി വരട്ടെ, കുറച്ചുകൂടി ഉപവസിക്കട്ടെ. അല്ല, നിൻ്റെ കയ്യിൽ ഒരു അറസ്റ്റ് വാറണ്ട് ഇരിപ്പുണ്ട്. എന്നാ വാറണ്ട്? ലൂക്കോസ് 10:19. ഈ അറസ്റ്റ് വാറണ്ട് നിൻ്റെ അകത്ത് കിടക്കണം. എന്താ? പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ യേശു അധികാരം തന്ന് എന്നെ അയച്ചിരിക്കുക. കള്ള പിശാചേ, ഞാൻ വന്ന് നിന്നെ കൊണ്ടുപോകാനാ, പുറത്താക്കാനാ. ആരയച്ചതാ? യേശു അയച്ചതാ. സകല നാമത്തിൻ്റെ മേലായ നാമം, സ്വർലോകരുടെയും ഭൂലോകരുടെയും സകല മുഴങ്കാലം മടങ്ങും നാമം അവൻ അയച്ചത്.
എൻ്റെ പേര് തന്നെ അങ്ങനെ, അയക്കപ്പെട്ടവൻ, അപ്പോസ്തലനാണ്. ഞാൻ അയക്കപ്പെട്ടവനാ. ആരയച്ച്? എൻ്റെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ, എൻ്റെ ബോസ്, എൻ്റെ യേശു കർത്താവ് എന്നെ അയച്ചിരിക്കുവാണ്. ഞാൻ അവൻ്റെ അംബാസഡറാണ്. തൊടാൻ ധൈര്യം ഉണ്ടോ ശത്രുവിന്? ഒരിക്കലും കാണത്തില്ല. അംബാസഡർ എന്ന വാക്ക് തന്നെ അർത്ഥം നീ ഇവിടെ ഉള്ളവനല്ല, നീ അയക്കപ്പെട്ടവനെന്നാണ്. നിൻ്റെ പൗരത്വമോ സ്വർഗത്തിലാണ്. നിന്നെ ഈ ഭൂമിയിലേക്ക് അവൻ അയച്ചതാണ്. നിന്നെ ബാക്ക് ചെയ്യുന്നത് സ്വർഗമാണ്. ഒരിടത്തും ഒരലേശം പോലും സംശയം വേണ്ട, ശത്രു നിന്റെ മുന്നിൽ ഓടി മാറുന്ന കാണാൻ പറ്റും. ദുരാത്മാവനെ പുറത്താക്കാൻ വേണ്ടി 100 പ്രാവശ്യം ശാസിക്കേണ്ട, വാക്കുകൊണ്ട് അവൻ ദുരാത്മാക്കളെ പുറത്താക്കി. വചനം പറയുന്നതാണ്, ദുരാത്മാക്കളെ അവൻ വാക്കുകൊണ്ട് പുറത്താക്കി. ഇന്ന് സഭയിൽ 2 എക്സ്ട്രീമുണ്ട്. ഒന്നുകിൽ ചിലർ വിശ്വസിക്കുകയാണ് സാത്താനും ദുരാത്മാക്കളും ഇല്ല, അതും ഡേഞ്ചറാണ്. ചിലരാണെങ്കിൽ എവിടെ നോക്കിയാലും ദുരാത്മാക്കളെ കാണുള്ളൂ, അതും ഡേഞ്ചറാണ്. കാരണം നമുക്ക് ദുരാത്മാക്കളെ പുറകെ പോകുന്നവരല്ല, നമ്മൾ യേശുവിൻ്റെ പുറകെ പോകുന്നവരാണ്. നമുക്ക് ഒറ്റ ഫോക്കസേ ഉള്ളൂ, അത് കർത്താവ്. പക്ഷേ കർത്താവിനെ ഫോക്കസ് ചെയ്ത് നീ പോകുമ്പോൾ നിൻ്റെ അറ്റ്മോസ്ഫിയറിനകത്ത് ദുരാത്മാക്കൾ ചിലപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യണം? നീ അവരെ പുറത്താക്കണം. അല്ലാതെ ദുരാത്മാക്കളുടെ വേട്ടയ്ക്കൊന്നും നമ്മൾ ഇറങ്ങാറില്ല. ദുരാത്മാക്കളെ വേട്ടയാടി പിടിക്കാൻ ദൈവം നമ്മളെ അയച്ചിട്ടില്ല. കാര്യനാ, യേശുവിൻ്റെ അടുക്കൽ യേശു അങ്ങോട്ട് പോയതല്ല, അവർ ഇങ്ങോട്ട് വരുവാ. യേശു എവിടെ പോയോ അവിടെയൊക്കെ അവർ മാനിഫെസ്റ്റ് ചെയ്യുക. അയ്യോ ഞങ്ങളെ പുറത്താക്കാൻ വന്നോ? കാര്യനാ, ദൈവസാന്നിധ്യം വരുമ്പോൾ, വെളിച്ചം വരുമ്പോൾ ഇരുട്ടിന് ഇരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അവനോട് സൊറ പറഞ്ഞിടാനല്ല, അവനെ പുറത്താക്കുവാൻ സ്വർഗം നമുക്ക് അധികാരം നൽകിയിരിക്കുവാണ്. അപ്പോൾ ഇത് വിശ്വസിക്കുന്ന ഏവർക്കും ഈ അധികാരമുണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ രോഗത്തിൻ്റെ ഏത് അവസ്ഥയിലായിക്കോട്ടെ, എത്ര പ്രാർത്ഥിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ കാണുന്നില്ലായിരിക്കാം, ഒന്നും കണ്ടില്ലായിരിക്കാം. പക്ഷേ നിങ്ങളൊരു കാര്യം ചിന്തിച്ച് നോക്കി, പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഉടനെ നിങ്ങൾ അന്വേഷിച്ചത് എന്തിനെയാണ്? നിങ്ങളുടെ സെൻസിനെ അല്ലേ? നിങ്ങളുടെ ഇന്ദ്രിയങ്ങളല്ലേ? അതെന്ത് പറയുന്നു എന്നല്ലേ? അതെല്ലാം മാറിപ്പോകും. കാരണം അബ്രഹാം അത് അന്വേഷിച്ചിരുന്നുവെങ്കിൽ അവൻ ഒരിക്കലും തലമുറ കാണത്തില്ലായിരുന്നു. അവൻ അന്വേഷിച്ചത് എന്ത് എഴുതിയിരിക്കുന്നു, അത് മാത്രം നിൻ്റെ കൺമുന്നിൽ വയ്ക്കുക. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അതൊക്കെയും ക്രിസ്തുയേശുവിൽ ഉവ്വ് എന്നത്രേ. നിൻ്റെ മുന്നിലേക്ക് ആ വാഗ്ദത്തങ്ങളെ വയ്ക്കുക. തലമുറകളെക്കുറിച്ച് കരഞ്ഞ് വെറുതെ പറഞ്ഞിരിക്കാതെ ദൈവത്തിൻ്റെ വചനം എന്ത് പറയുന്നു, അതാണ് ഏറ്റവും വലിയ അതോറിറ്റി. അതിനെ എടുത്ത് മുൻപിൽ പിടിക്കുക. എൻ്റെ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, ഞാൻ അങ്ങനെ ആയിത്തീരും, ഞാൻ അങ്ങനെ ആകുന്നു, അതിനൊരു മാറ്റമില്ല. ഇനി ഈ ലോകത്തിലെ സകല ദുരാത്മാക്കളും സാത്താനും എല്ലാം കൂടി വടം വലിച്ചാലും എൻ്റെ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ടെങ്കിൽ അത് തന്നെ ഞാനായിരിക്കും. ഹല്ലേലൂയ. നമ്മൾ സാധാരണ പ്രഖ്യാപിക്കുന്ന പോലെ ഈ വചനം എന്നെക്കുറിച്ച് എന്തു പറയുന്നുവോ ഞാൻ അത് ആകുന്നു. ഈ വചനം എന്നെക്കുറിച്ച് എനിക്ക് എന്തൊക്കെ ഉണ്ടെന്ന് ഈ വചനം പറയുന്നുവോ അതെനിക്ക് ഉണ്ട്. അല്ലാതെ ഡോക്ടർ പറയുന്നതല്ല എനിക്കുള്ളത്. ഡോക്ടർമാരാരും മോശക്കാരല്ല, അവരാരും മോശപ്പെടുത്തി പറയുന്നതല്ല. ഡോക്ടർമാർ നല്ലതാ, അവരുടെ എല്ലാ ശുശ്രൂഷ നമുക്ക് എല്ലാവർക്കും വലിയ പ്രയോജനമാണ്. മെഡിക്കൽ സയൻസ് നല്ലതാ. പക്ഷെ ഞാൻ പറഞ്ഞ അതിനേക്കാൾ ഏറ്റവും മേലെ, സകലത്തിൻ്റെ മേലെ, എന്ത് റിപ്പോർട്ടിനും മേലെ ദൈവത്തിൻ്റെ വചനം എന്ത് എഴുതിയിരിക്കുന്നു എന്ന് വല്ലപ്പോഴൊക്കെ തുറക്കണം, നോക്കണം, ഇതിനകത്ത് ഡിഗ് ചെയ്യണം, സൂക്ഷിച്ച് നോക്കണം. സദൃശവാക്യങ്ങൾ ഒരു വചനം ഇങ്ങനെ പറയുന്നു. സദൃശവാക്യങ്ങൾ 4-ാം അധ്യായം അതിൻ്റെ 20 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, അവയെ കണ്ടെത്തുന്നവർക്ക് അത് സൗഖ്യവും അവരുടെ ശരീരം മുഴുവൻ അത് ജീവനുമാകുന്നു. അതായത് നമ്മുടെ ശരീരത്തിന് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ കണ്ടെത്തുക എന്താണ്? അത് നമ്മൾ അന്വേഷിക്കണം. അതിനകത്തുള്ള രത്നങ്ങളെ നമ്മൾ തപ്പിയെടുക്കണം. അതിനകത്തേക്ക് നമ്മൾ ഡിഗിൻ ചെയ്യണം. അത് നമ്മുടെ അസ്ഥികൾക്ക് ബലമാണ്, ശരീരത്തിന് സൗഖ്യമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം എന്ത് പറഞ്ഞിരിക്കുന്നു അതിലേക്ക് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണം. വേറെ എല്ലാം മാറിപ്പോവും, പക്ഷെ ദൈവത്തിൻ്റെ വചനം മാറത്തില്ല പ്രിയരെ. ഹല്ലേലൂയ. ഇന്ന് രോഗികളായി എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ സൗഖ്യത്തിൻ്റെ സമയം നിങ്ങൾ കുറിച്ചിടണം, അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണം. എന്നിട്ട് എഴുതി വെക്കണം, ഇന്ന സമയം മുതൽ ഞാൻ സൗഖ്യം ആയിരിക്കുന്നു. അതിനുശേഷം വരുന്ന എല്ലാ പെയിനും എന്തൊക്കെ കാട്ടിയാലും പറയണം, ഇത് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. ഹല്ലേലൂയ. ഇതിനെ ഞാൻ പരിഗണിക്കുന്നില്ല. എൻ്റെ പരിഗണന എൻ്റെ കർത്താവ് എനിക്ക് എന്ത് പറയുന്നു അത് മാത്രമാണ്. അബ്രഹാം അങ്ങനെ ആയിരുന്നു. അവൻ 100-ാമത്തെ വയസ്സിൽ കുഞ്ഞിനെ അവൻ ലഭിച്ചു. എന്നെ കാരണം അവനത് കർത്താവ് നീതിയായി കണക്കിട്ടു. 25 വർഷം അവൻ കാത്തിരുന്നു. ആ 25 വർഷവും അവനെ നിർത്തിയത് ദൈവത്തിൻ്റെ പ്രോമിസാണ്. പ്രശ്നം വരുമ്പോൾ, തകർച്ചകൾ വരുമ്പോൾ നിങ്ങളെ നിർത്തുന്നത് മോട്ടിവേഷൻ ആവരുത്, ആരെങ്കിലുമൊക്കെ പറഞ്ഞ വാക്കുകൾ മാത്രമാകരുത്. നിങ്ങളുടെ മോട്ടിവേഷൻ, യഥാർത്ഥ മോട്ടിവേഷൻ കർത്താവ് എന്ത് പറഞ്ഞിരിക്കുന്നതാണ്. യേശുവിൻ്റെ വചനം എന്ത് സംസാരിക്കുന്നു, നിങ്ങൾ സൗഖ്യമായിരിക്കും.
ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എൻ്റെ സൗഖ്യമെങ്കിൽ അതിനെ തടയാൻ വേറെ ഒന്നിനും കഴിയത്തില്ല. ഹല്ലേലൂയ. ഞാൻ സൗഖ്യമായേ പറ്റത്തുള്ളൂ. ഇത്തിരി പോകുന്ന സാത്താൻ വിചാരിച്ചാലോ ഒന്നും രോഗസൗഖ്യം തടയാൻ കഴിയത്തില്ല. ചിലരുണ്ട് എന്തിനും സാത്താനെ കുറ്റം പറയും. ഇപ്പോൾ സൈക്കിളിൽ പോകണം, സൈക്കിൾ പഞ്ചറായി പറയും സാത്താൻ സൈക്കിൾ പഞ്ചറാക്കി. സാത്താൻ സൈഡ് മാറിയെന്ന് കരയും. അവന് വേറെ 100,000 പണിയുണ്ട്. ഇതിൻ്റെ സൈക്കിൾ പഞ്ചറാക്കാനല്ല അവൻ്റെ പണി. നമ്മളെല്ലാത്തിൻ്റെയും പേര് ഈ സാത്താനെ പഴിയാറുന്ന പരിപാടി നിർത്തിക്കൊള്ളണം. എവിടെ നോക്കിയാലും സാത്താൻ ഇല്ല. നമ്മുടെ റൈറ്റ് പൊസിഷൻ എടുക്കുക. ആ പൊസിഷൻ നിന്നുകൊണ്ട് വചനം പറയുകയാണ്, സാത്താനോട് എതിർത്ത് നിൽക്കുക. അവൻ അടിക്കാനൊന്നും പോണ്ട, എതിർത്ത് നിന്നാൽ മതി. അവൻ തന്നെ എന്ത് ചെയ്യും? ഓടിപ്പോവും. നിന്നെ വിട്ടവൻ ഓടിപ്പോവും. സിംറ്റംസ് നിന്നോട് സംസാരിക്കും. ഈ ഫ്ലഷ് തന്നെ ചിലപ്പോൾ നിനക്കെതിരാവും. ശരീരം നിന്നോടെതിരാവും. ശരീരം നിന്നോട് പറയും ശരിയായിട്ടില്ല, നടന്നിട്ടില്ല, നടക്കുമെന്ന് തോന്നണില്ല, കണ്ടില്ലേ. ആ ശരീരത്തോട് പറയണം, എന്താണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത് അത് നീ കാണും. നിൻ്റെ കണ്ണുകൊണ്ട് തന്നെ അത് കാണും. നിങ്ങൾ ഈ ശരീരത്തോട് സംസാരിക്കുമ്പോൾ ശരീരം റെസ്പോണ്ട് ചെയ്യും. ശരീരം ദൈവത്തിൻ്റെ വചനത്തെ കേൾക്കും, അനുസരിക്കും. ഹല്ലേലൂയ. ചത്ത ഈ പാറക്കഷ്ണങ്ങളായിക്കോട്ടെ, ഇനിയിപ്പോൾ ജീവനുള്ള മരങ്ങളായിക്കോട്ടെ, അതിനോടൊക്കെയും നിനക്ക് സംസാരിക്കാൻ പറ്റും. കാരണം നിൻ്റെ ശബ്ദം അതൊക്കെ കേൾക്കും. ഞാൻ പറഞ്ഞല്ല, വചനമാണ്. യേശു പറഞ്ഞു, നിങ്ങൾ ഈ മലയോട് സംസാരിക്കുക, മല റെസ്പോണ്ട് ചെയ്യും. കാര്യം എന്നാ? ആ മലയ്ക്ക് പോലും നിൻ്റെ വിശ്വാസത്തിന് മുന്നിൽ നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ പ്രശ്നമാകുന്ന, പ്രതികൂലമാകുന്ന രോഗത്തോട് എന്ത് ചെയ്യണം? സംസാരിക്കണം. അത് നിന്നെ വിട്ട് മാറിപ്പോയി. എന്ത് സംസാരിക്കണം? ദൈവത്തിൻ്റെ വചനം എന്ത് പറഞ്ഞിരിക്കുന്നു. എഴുതപ്പെട്ട വചനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. നിങ്ങളുടെ ചിന്തയിൽ മുഴുവൻ അത് തന്നെ ആയിരിക്കണം. എത്ര വേദന വരുമ്പോഴും അതിൻ്റെ മധ്യ പറയും, എഴുതിയിരിക്കുന്നു, എൻ്റെ യേശുവിൻ്റെ അടിപ്പിണരാൽ ഞാൻ സൗഖ്യം ആയിരിക്കുന്നു. ഹല്ലേലൂയ. ഈ നിമിഷം തന്നെ രോഗികളായി കഴിയുന്ന, രോഗാവസ്ഥയിൽ ആരായിരിക്കുന്നോ, ഓൺലൈനിൽ കേൾക്കുന്നവരായിക്കോട്ടെ, നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുവാനായി പോവാണ്. ഒരു നിമിഷം നിങ്ങളുടെ രോഗത്തിൻ്റെ അവസ്ഥയുള്ള, വേദനയുള്ള ഭാഗത്ത് ആ കരമെടുത്ത് വയ്ക്കുക. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങൾ അറസ്റ്റ് വാറണ്ട് ഇഷ്യൂ ചെയ്യുക. ആ രോഗത്തെ നിങ്ങൾ അറസ്റ്റ് ചെയ്യുകയാണ്. ഈ നിമിഷം അത് സ്റ്റോപ്പ് ആവട്ടെ. അതിൻ്റെ ഈ ശരീരത്തിന് മേലുള്ള വളർച്ച ഈ നിമിഷം സ്റ്റോപ്പ് ആവട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകാം. താങ്ക് യു ഫാദർ ഫോർ ദ ഹീലിംഗ്. അപ്പ അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് നന്ദി. സൗഖ്യത്തിന് നന്ദി അപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഈ സമയം നിങ്ങൾ കുറിച്ചിട്ട്, ഈ സമയം മുതൽ ഞാൻ സൗഖ്യമായിരിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ആളിനെ മിടുക്കല്ല, അതിനപ്പുറമായി എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി. അവൻ വചനം അയച്ച് സൗഖ്യമാകും. ഒരിക്കൽ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കും. ഒരിക്കൽ യേശുവിൻ്റെ അടുക്കിലേക്ക് ഒരു വ്യക്തി പറയുകയാണ്, യേശുവേ, എൻ്റെ കുഞ്ഞ് സുഹല അടക്കുക. അത് കഴിഞ്ഞ് അറിയുന്നു കുഞ്ഞ് മരിച്ചുപോയി. യേശു പറഞ്ഞു, പോകാ, അവൾ സൗഖ്യമാവും. നമ്മളാണ് എന്ത് ചെയ്യും? പക്ഷെ അങ്ങനെ പറഞ്ഞങ്ങനെ, ഒന്ന് വാ, മരിച്ചെന്നല്ലേ പറയണത്, ഒന്ന് വാ, വന്നിട്ട് പോ. ഞാൻ ഇപ്പം പോയിട്ട് മരിച്ച് സുഖമായില്ലെങ്കിലാ? യേശു പറഞ്ഞു, പോകാ, സൗഖ്യം വന്നിരിക്കുന്നു. അവിടെ തിരിച്ചൊരു വാക്കും പറഞ്ഞത് കാണുന്നില്ല. ആ മനുഷ്യൻ തിരിഞ്ഞ് പോയി, വീട്ടിൽ പോയി സൗഖ്യത്തെ കണ്ടു. സെൻസുകളോട് ചോദിക്കരുത്, നമ്മുടെ ഇന്ദ്രിയങ്ങളോട് ചോദിക്കരുത്. ദൈവത്തിൻ്റെ വചനമാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണും.